ക്ലാസ്സിൽ നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂറ്റി ആണത്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ജസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസിനെ കുറിച്ചായിരിക്കും അതിനകത്ത് കൂടുതലായിട്ടും സ്പെസിഫൈ ചെയ്യുന്നത്. ലൈക്ക് കോൺഫിഗറേഷൻ, കമ്മീഷൻ, മോണിറ്ററിങ് ആൻഡ് പ്രോബ്ലം ഡയഗ്നോസിസ് ആൻഡ് റെക്ടിഫിക്കേഷൻ, ദറ്റ് ഈസ് ട്രബിൾ ഷൂട്ടിങ്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം പെർഫോം ചെയ്യുന്ന സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ റോള് സ്പെസിഫൈ ചെയ്ത് നോക്കി. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേച്ചർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പാക്കേജസിൻ്റെ ഹെൽപ്പാണ്. പാക്കേജ് മാനേജർ എന്ന് പറഞ്ഞ ഓരോ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്യാൻ കറസ്പോണ്ടിങ് പാക്കേജ് മാനേജർ വിത്ത് ഹെൽപ്പ് ഓഫ് ഏതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്താൽ നമ്മൾ പാക്കേജ് മാനേജർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസുകളായിരിക്കും നമ്മൾ അതിനകത്ത് എടുക്കുന്നുണ്ടാവുമല്ലോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്നത് നമ്മൾ സോഴ്സ് കോഡിനോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് ഡിപ്പെൻഡൻസീസ് കുറേ ഫയൽസ് അതിന് അസോസിയേറ്റഡ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പാക്കേജ് മാനേജറാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കറസ്പോണ്ടിങ് അസോസിയേറ്റീവ്സിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസീസിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് ഏതൊക്കെ വേണം എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ യൂസറിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മൊബൈലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ വരും. ഇതേപോലെ തന്നെ ഡെസ്ക്ടോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് എന്ത് ചെയ്യാൻ നെക്സ്റ്റ് അടിച്ച് ഓരോരോ സെക്ഷൻസ് പറയാം. അപ്പോൾ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ കുറേ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈബ്രറി ഫയൽസുകൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്യപ്പെട്ട് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻസീസ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സെറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈബ്രറി ഫയൽസുകൾ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിപ്പെൻഡൻസീസ് എല്ലാം എന്ത് ചെയ്യപ്പെടുന്നത്, ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. പാക്കേജ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും പാക്കേജസ് റിമൂവ് ചെയ്യുന്ന സമയത്തും ഡിപ്പെൻഡൻസീസ് ഉള്ള പാക്കേജുകൾ റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ റൂട്ടാണ്. രണ്ട് രീതിയിലുള്ള പാക്കേജ് മാനേജേഴ്സിനെ കുറിച്ചാണ് നമ്മൾ വെച്ചാൽ, ഈ പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് ഇന്ത്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്യുക. RPM എന്ന് പറയുന്നത് റെഡ് ഹാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പാക്കേജ് മാനേജറാണ്. RPM എന്ന് പറയുന്നത് ഡിബേന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന രീതി, അതിൻ്റെ ഡേറ്റാബേസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസ് ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ലിനക്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഉബുണ്ടു പോലെയുള്ള ഡിബൈൻ ഫയൽ സിസ്റ്റം പാറ്റേണിലായിരിക്കും നമുക്ക് പോകുന്നത്. റെഡ് ഹാറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് RPM പാക്കേജ് മാനേജറിൻ്റെ ഹെൽപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും ഒക്കെയുള്ള കമാൻഡുകളെ കുറിച്ച് ജനറലായിട്ട് നോക്കിയതായിരുന്നു. ഇനി അതിനകത്ത് എക്സാമിന് കൂടുതൽ ചോദിച്ചിരുന്ന ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ദാറ്റ് ഈസ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫയൽസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ ഫയൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. നോർമലി സ്റ്റോർ ഇൻ സെക്കൻഡറി ഡിവൈസുകളിലാണ് ആ വാല്യൂസുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഫയൽ ഡേറ്റ സെക്കൻഡറി ഡിവൈസസിൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം. സോ സെക്കൻഡറി ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ലാർജ് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ആ ലാർജ് സ്റ്റോറേജ് ഏരിയ എങ്ങനെ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തത്. സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ഫയൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പറയും, ഇപ്പം നമ്മുടെ വീടിൻ്റെ ഒരു ഭിത്തിയിൽ ഏരിയയിലാണ് നമ്മൾ അലമാരി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ചെറുതാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു അലമാരി ആയിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യാൻ പറ്റും. സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കറസ്പോണ്ടിങ് ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ മാനേജ് ചെയ്യാനായിട്ട്. അപ്പം അവൈലബിൾ സ്പേസ് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഫയൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മളൊരു ഔട്ട്ലൈൻ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് ഫയൽസിൻ്റെ ഫ്രീ ഏരിയാസ് എവിടെയാണുള്ളത്, പുതിയ ഡേറ്റാസ് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ അതെങ്ങനെ സ്റ്റോർ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യാൻ പറ്റും, ഫ്രാഗ്മെൻറ്റഡ് ആണോ, എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഫ്രീ ഏരിയാസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എവിടെ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ബാഡ് വാല്യൂസ് ഉണ്ടെങ്കിൽ ബാഡ് സെക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടണം, എവിടുന്ന് ബൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫയൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ ഫയലുകൾ എവിടെ സ്റ്റോർ ചെയ്യണം, ഡ്രൈവർ പ്രോഗ്രാംസുകൾ എവിടെ സ്റ്റോർ ചെയ്യപ്പെടണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് ഏരിയ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഫയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പം ഒരുപാട് പലതരത്തിലുള്ള ഫയൽ സിസ്റ്റംസ് നമുക്കുണ്ട്. നോർമലി ഫയൽ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഫ്രീ ലൊക്കേഷൻ ഏതാണെന്നും
അതുപോലെ ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്താൽ എവിടെ നിന്ന് അത് എടുക്കണം എന്നുള്ളത്, സേവ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് എവിടെ സേവ് ചെയ്യണമെന്നും, ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പോൾ എവിടെ നിന്ന് ഫെച്ച് ചെയ്യണം എന്നുള്ള ഇൻഫോർമേഷൻസ്, ഇൻഡെക്സിങ് എന്ന് പറയില്ലേ, നമ്മൾ എടുക്കുന്ന ഒരു നേച്ചറാണ് ഫയൽ സിസ്റ്റത്തിനകത്ത് വരുന്നത് കേട്ടോ. ഒരുപാട് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ നോക്കിയായിരുന്നു. ഫയൽ സിസ്റ്റത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മെയിനായിട്ടും ഫയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞ പോയിന്റ്സ്, ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റംസ്, ഡിസ്ക് ഫയൽ സിസ്റ്റംസ്, ഒപ്റ്റിക്കൽ ഫയൽ സിസ്റ്റംസ്, ഫ്ലാഷ് ഫയൽ സിസ്റ്റംസ്, ഏത് ടൈപ്പ് ഡിവൈസസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു സിസ്റ്റം നേച്ചറാണ് ഇവിടെ പറയുന്നത്. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം, ഷെയർഡ് ഡിസ്ക് ഫയൽ സിസ്റ്റം, സ്പെഷ്യൽ ഫയൽ സിസ്റ്റം എന്നുള്ളതിന് അതിനകത്ത് ഒരു ഫയൽ സിസ്റ്റത്തിനകത്ത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന രീതിയിൽ. ഡോസ് പോലെയുള്ള ഓപ്പറേറ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. വെച്ചാൽ അന്നത്തെ കാലത്ത് സ്റ്റോറേജ് ഡിവൈസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറവായിരുന്നു. KB ഉണ്ടായിരുന്നു, MBs KBs റേഞ്ചിലായിരുന്നു പോണത്. ഇപ്പോഴാണ് GB TB റേഞ്ചിലേക്കുള്ള സ്റ്റോറേജ് വന്നത്. അപ്പോൾ ആ സ്റ്റോറേജ് സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റാണ് ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പ്രൈമറി നെയിം എന്ന് പറയുന്നത്, പിന്നീട് അത് എക്സ്റ്റൻഷൻ. അത് ഈ പ്രൈമറിയും സെക്കൻഡറി, പക്ഷേ പ്രൈമറി പാർട്ടും സെക്കൻഡറി പാർട്ട് സ്പെസിഫൈസ് എക്സ്റ്റൻഷൻ, ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ഫയൽ, ഏത് ടൈപ്പിലുള്ള ഫയലാണെന്ന് കാണിക്കാനാണ് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. പ്രൈമറി പാർട്ട് എന്ന് പറയുന്നത് നെയിം ഓഫ് യൂസർ സ്പെസിഫൈഡ് നെയിമാണ്. യൂസർക്ക് മനസ്സിലാകുന്ന രീതിയിൽ യൂസർ കൊടുത്തൊരു പേരായിരിക്കും ഫസ്റ്റ് എടുക്കുക. ആ ഫയൽ നെയിമിന് കറസ്പോണ്ടിങ് ലെങ്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ലെങ്ത് ഉണ്ടായിരുന്നു. 8 ക്യാരക്ടർ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഡോസിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ 3 ലെറ്റർ എക്സ്റ്റൻഷൻ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഓരോ ഫയലിനും ഡിസ്റ്റിങ്ക്റ്റ് നെയിം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇപ്പം ബയോഡേറ്റ എന്ന് പറയുന്ന ഒരു പേര്, ഞാനിപ്പോൾ ഒരു ബയോഡേറ്റ ഉണ്ടാക്കി ഞാൻ ബയോഡേറ്റ എന്ന് പറഞ്ഞ പേരിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബയോഡേറ്റ എന്ന് പറഞ്ഞ പേരിൽ അത് സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അല്ലെങ്കിൽ ബയോഡേറ്റ 1 എന്നുള്ള രീതിയിൽ, ഇനി അടുത്ത ആൾ വരുമ്പോൾ ബയോഡേറ്റ 2 എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം ഒരേ നെയിം തന്നെ ഒരു യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്ത് ലിമിറ്റേഷൻ വന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ നെയിംസിൻ്റെ എണ്ണം സ്പെസിഫൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഡയറക്ടറി സ്ട്രക്ചർ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ പാറ്റേണിലേക്ക് വന്നത്. ഈ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ പാറ്റേണിൽ പാർട്ടീഷൻ ചെയ്ത് നമ്മുടെ സ്റ്റോറേജിനെ പാർട്ടീഷൻ ചെയ്ത്, ആ പാർട്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരെണ്ണത്തിനകത്ത് വീണ്ടും വരുമ്പോൾ എന്ത് ചെയ്യാം, അതേ പേര് തന്നെ യൂസ് ചെയ്യാം. അപ്പം സിക്കകത്ത് ബയോഡേറ്റ എന്ന് യൂസ് ചെയ്ത് അതേപോലെ തന്നെ ഡിക്കകത്ത് വീണ്ടും ബയോഡേറ്റ എന്ന് യൂസ് ചെയ്യാം. ബിക്കോസ് എന്താണ്, അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ലൊക്കേഷൻ ബേസ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാറ്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഫയൽ നെയിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരേ നെയിം തന്നെ വി ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ടൈം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വരാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ പാർട്ടീഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സ്റ്റോർ ചെയ്യാൻ പറ്റി, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സ്റ്റോറേജ് ഏരിയ മാക്സിമം നന്നായിട്ട് 2 സിസ്റ്റത്തിനകത്ത് 2 സ്ട്രക്ചറിലാണെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഹൈറാർക്കിക്കൽ ഫയൽ സിസ്റ്റം കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 സിസ്റ്റം ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു. ഫയൽ അലൊക്കേഷൻ ടേബിൾ 16നെ കുറിച്ചും 32നെ കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നെന്നുള്ളത്. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനകത്ത് ഇതായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ അഡീഷണൽ റെഫറൻസിൽ നിങ്ങൾക്ക് എഴുതണ്ടായിരുന്നു. എന്നുവെച്ചാൽ 2 GB വരെയുള്ളതിനൊക്കെ നമ്മൾ 16 യൂസ് ചെയ്യുന്നെങ്കിൽ TB റേഞ്ചിലേക്ക് വരുമ്പോഴാണ് നമ്മൾ 32 യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഒരു റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, റൂട്ടിനെ കറസ്പോണ്ടിങ് ആയിട്ട് സബ് ഡയറക്ടറീസ്, അതിന് സബ് റൂട്ട് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. യൂണിക്സിലായിക്കോട്ടെ ലിനക്സിലായിക്കോട്ടെ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ // ബേസ് ചെയ്തുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. യൂണിക്സ് ഡയറക്ടറി സ്ട്രക്ചർ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടില്ല, ബട്ട് നമ്മുടെ ലിനക്സിൻ്റെ ഡയറക്ടറി സ്ട്രക്ചർ എന്ത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ ഇതാണ് എന്തൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഡിവൈസിൻ്റെ കുറച്ച് കോൺഫിഗറേഷൻ ഫയൽസുകൾ, ലൈബ്രറി ഫയൽസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ടാണ് സബ് സെക്ഷൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ്, റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. /character ആണ് അതിൻ്റെ റൂട്ട് ഹയർ റൂട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ
സബ്സെക്ഷൻസ് ലിനക്സ് ഫയൽ സ്ട്രക്ചർ. ഇത് കുറഞ്ഞ ഇത് ഇനിയുണ്ട്, ഇതിന്റെ ലെവലുകൾ വേറെ ഉണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിൾ ലെവലിലാണ്, കുറഞ്ഞ മാർക്കിനാണ് ചോദിച്ചത്. 4 മാർക്കിനോ അങ്ങനെ ചെറിയ മാർക്കിനാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഫയൽ മൗണ്ടിങ് എന്ന് പറയുന്നൊരു നേച്ചർ ഉണ്ട്. മൗണ്ടിങ് വെച്ച് നമ്മൾ ആക്സസ് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളുടെ ആ സർവീസ് അവൈലബിൾ ആക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ മൗണ്ട് എന്നുള്ള രീതി കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു നേച്ചറിനകത്ത് പറഞ്ഞ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പാർട്ടീഷൻ ചെയ്ത് ഡിഫറെന്റ് ലെവലുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുക. അതായത് ഡ്രൈവ് ലെറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുക. ഡ്രൈവുകളെ തിരിച്ചറിയാൻ വേണ്ടി സ്റ്റോറേജ് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഡ്രൈവ് ലെറ്റേഴ്സ് കൊടുക്കാറുണ്ട്. അത് നോർമലി A to Z വരെയുള്ള ലെറ്റേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ എയും ബിയും റിസർവ്ഡ് ആണ്, ദറ്റ് ഈസ് ഫോർ ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ബാക്കി സി തൊട്ടുള്ള ലെറ്റേഴ്സ് ആണ് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടീഷൻ ചെയ്യുന്ന സിംഗിൾ ഡ്രൈവേ യൂസ് ചെയ്യുന്നുള്ള സി എന്നുള്ള രീതിയിൽ എടുക്കും. മിനിമം 2 പാർട്ടീഷൻ എങ്കിലും കൊടുക്കുകയാണ് CD എന്ന് പറയും. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് അതർ ഡിവൈസസ്, നമ്മൾ പെൻ ഡ്രൈവ്സുകളൊക്കെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുകയാണെങ്കിൽ ക്യാമറയുടെ അത് സെക്കൻഡറി ടൈപ്പുള്ള അതർ ഡിവൈസസ് പ്ലഗ് ആൻഡ് പ്ലേ പാറ്റേണിൽ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിന് ഡ്രൈവ് നെയിംസ് ഡ്രൈവ് ലെറ്റേഴ്സ് അസൈൻ ചെയ്യപ്പെട്ടു വരും. പണ്ട് CD DVD ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെൻ ഡ്രൈവ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മെമ്മറി കാർഡ് റീഡേഴ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഏത് ഡിവൈസസ് ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഒരു സാധനം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലഗ് ആൻഡ് പ്ലേ കറസ്പോണ്ടിങ് ഡ്രൈവർ ഡിറ്റക്ട് ചെയ്ത് പ്ലേ ചെയ്ത് അതിൻ്റെ ഡ്രൈവ് ലെറ്റേഴ്സ് വരികയും ചെയ്യും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നെയിമോട് കൂടി തന്നെ സ്പെസിഫൈ ചെയ്ത് കിട്ടും. ഇതിന് മൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി സ്പേസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൗണ്ടും ചെയ്യാൻ പറ്റുന്ന ഫയൽ സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്യിക്കുക എന്നുള്ള നീലാണ് പറയുന്നത് കേട്ടോ. ഇത് പറഞ്ഞു പോയതായിരുന്നു. പിന്നെ ഇതില് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരുന്നത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിനക്സിന്റെ സ്ട്രക്ചർ ചോദിച്ചു, ഡയറക്ടറി സ്ട്രക്ചർ ചോദിച്ചു. അതിനുശേഷം പിന്നെ ചോദിച്ചിരുന്നത് ഏതാണ് യൂസേഴ്സ്, ഏതൊക്കെ റേഞ്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് കേട്ടോ. അതിൽ യൂസർ 3 തരത്തിലുള്ള യൂസേഴ്സ് നമ്മൾ പറയുന്നത്. യൂസർ എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ യൂസേഴ്സ്, റെഗുലർ യൂസർ എന്നാണ് നമ്മൾ റൂട്ട് യൂസർ. ഹയർ അതോറിറ്റി ഉള്ള റൂട്ട് യൂസറിനെ ബേസ് ചെയ്തുകൊണ്ട് വരും. അതേപോലെ തന്നെ റൂട്ട് യൂസറിന്റെ തന്നെ പ്രിവിലേജസ്, ഓൾമോസ്റ്റ് പ്രിവിലേജസ് കൊടുക്കുന്ന സുഡോ ഗ്രൂപ്പ് യൂസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്വിച്ച് യൂസർ പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നോർമൽ ഫയൽസ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റെഗുലർ യൂസേഴ്സ്. അങ്ങനെ 3 നേച്ചറുള്ള യൂസേഴ്സ് ആണ് നമുക്കുള്ളത്. ഫയലിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു കേസ് നമ്മൾ നോക്കിയായിരുന്നു. 7 ഫീൽഡ്സ് ആണ് അതിന് വന്നിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ കണ്ടില്ല. പിന്നെ യൂസറിനെ മാനേജ് ചെയ്യാനുള്ള കേസസ് പറഞ്ഞു. പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡുകൾ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡുകൾ, ക്രിയേറ്റ് ചെയ്ത യൂസർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ്, യൂസർ അക്കൗണ്ട് മോഡിഫിക്കേഷൻ, യൂസർ അക്കൗണ്ട് മാനേജിങ് കമാൻഡ്സുകളായിരുന്നു നോക്കിയത്. പിന്നെ ഇതിനകത്തെ പോയിന്റ് നോക്കിയത് ഗ്രൂപ്പ് അക്കൗണ്ട് മാനേജ് ചെയ്യുക, ഗ്രൂപ്പ് മോഡിഫിക്കേഷൻ കമാൻഡ്സ്, ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് നോക്കിപ്പോയത് തന്നെയാണ്. പിന്നെ അതിനകത്ത് വന്ന് സിസ്റ്റം ആൻഡ് കേർണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന, കേർണൽ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഇന്റർഫേസ് ആണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും കറസ്പോണ്ടിങ് ഹാർഡ്വെയർ ഡിവൈസും നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് കേർണൽ എന്നത്, ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം മാനേജ് ചെയ്യുന്ന കുറേ ടാസ്കുകളെ കുറിച്ച്, സർവീസസുകൾ ഏതാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാം ടാസ്ക് ഷെഡ്യൂളറാണ്. മെമ്മറി മാനേജ്, അവൈലബിൾ മെമ്മറി മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഡിസ്ക് മാനേജ് ചെയ്യുക, സ്റ്റോറേജ് സ്പേസ് മാനേജ് ചെയ്യുക, നെറ്റ്വർക്ക് കണക്ഷൻസ് ഉണ്ടെന്ന് അത് മാനേജ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് സർവീസസ് മാനേജ് ചെയ്യുക. ഇതെല്ലാം തന്നെ സിസ്റ്റം മാനേജറിനകത്ത് വരുന്ന സെക്യൂരിറ്റി മാനേജ്മെന്റ്. പിന്നെ കുറച്ച് സിസ്റ്റം മാനേജ്മെന്റ് കമാൻഡുകളെ കുറിച്ച് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഞാൻ കുറച്ച് നോക്കിയതിനകത്ത് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടില്ലെങ്കിലും ജസ്റ്റ് പറഞ്ഞു പോകാം. ഹൂ എന്ന് പറയുന്ന ആരാണ് അതിനകത്ത് ലോഗിൻ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് കണക്ട് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ഹൂ എന്നുള്ള രീതിയിലുള്ള എടുക്കുന്നത്. അഡീഷണൽ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് എടുക്കാട്ടോ. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ബൂട്ട് ചെയ്ത ടൈം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. PW കമാൻഡ് യൂസ് ചെയ്യാൻ ഡിസ്പ്ലേസ് പാത്ത് ഓഫ് പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി ആണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. സിസ്റ്റം മാനേജ് ചെയ്യാനുള്ള കുറച്ച് കമാൻഡ്സുകളാണ് അത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഉള്ള റെഫറൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ലിനക്സിന്റെ മാനുവൽ യൂസ് ചെയ്ത് അതിനകത്ത് ഒരുപാട് അതിന്റെ PDF അവൈലബിൾ ആണ്. ആ മാനുവൽ എടുത്തു കഴിഞ്ഞാൽ ആ മാനുവലിനകത്ത് ഓരോ ടൈപ്പ് ഏതൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് എന്നുള്ളത്, ഗ്രിപ്പ് എന്നൊക്കെ പറയുന്ന സ്പെസിഫിക് ഇതിന് ഡീറ്റെയിൽസ് കൊടുക്കും, ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രോസസ്സിനെ കില്ല് ചെയ്യുക, അങ്ങനെ ഇതിനകത്തൊരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇത് സെൽഫ് റെഫറൻസ് ആയിരിക്കും തോന്നുന്നു. അത് മാനുവലിനകത്ത് എല്ലാം കിട്ടുന്നുണ്ട്. PDF അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ക്വസ്റ്റ്യൻ കണ്ടില്ല, നിങ്ങൾ ലാബ് വർക്കിന് വരുന്നതാണോ എന്ന് അറിയില്ലെങ്കിലും അത് മാനുവൽ റെഫറൻസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണല്ലോ, എടുക്കാൻ കിട്ടുവേ. നെക്സ്റ്റ് കേർണൽ മാനേജ്മെന്റ്. കേർണൽ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ആൻഡ് ദ ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഡിഫറെന്റ് ആപ്ലിക്കേഷൻ നമ്മൾ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിന് പ്രോഗ്രാംസിലേക്ക് വേണ്ട സർവീസസുകൾ, CPU, മെമ്മറി അല്ലെങ്കിൽ ഡിവൈസസ് സർവീസുകൾ നമുക്ക് അവൈലബിൾ ആക്കാനുള്ള ഇന്റർമീഡിയറ്റ് ഫേസ് ആണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ ആൻഡ് ഡിഫറെന്റ് ഹാർഡ്വെയർ ഡിവൈസസ്. ഇതിൽ രണ്ട് നേച്ചറിൽ പറഞ്ഞു. മോണോലിത്തിക് ആണ്, മൈക്രോ കേർണൽ എന്ന് പറയുന്ന രീതിയിൽ അഡ്രസ് സ്പേസ് സിമ്പിൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ മോഡ്യൂൾ ഫ്രാക്ഷണൽ പാറ്റേണിൽ മോഡ്യൂൾ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതി, രണ്ട് രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിലൊന്ന് അതിൻ്റെ കേർണൽ മാനേജ് ചെയ്യുന്ന ഏരിയാസിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ലിനക്സിനെ സംബന്ധിച്ചിടത്തോളം മോഡ്യൂൾ ബേസ് ചെയ്തിട്ടാണ്, മൈക്രോ പാറ്റേണിലാണ്. ചിലപ്പോൾ മോഡ്യൂൾ ബേസ് ചെയ്തിട്ടാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ എളുപ്പം കേട്ടോ. ഇനി അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സുകളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടോ മോഡ്യൂൾ റൺ ചെയ്യുന്ന മോഡ്യൂളിനെ കുറിച്ച്, അതിന്റെ സൈസിനെ കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ GP ലൈസൻസ് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ മോഡ്യൂൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ്, റിമൂവ് മോഡ്യൂൾ യൂട്ടിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മോഡ്യൂൾ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ അതിനെ പ്രോസസ് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. ഈ മോഡ്യൂൾ റിമൂവൽ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റില്ല ഓട്ടോമാറ്റിക്. അതിന് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു നേച്ചറും കൂടി ഇതിനകത്ത് ചെക്ക് ചെയ്തിട്ട് വേണമായിട്ട് നോക്കാനായിട്ട് പോവുള്ളൂ. അതും അതിനൊരു പോയിന്റ് ആണ്. മോഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേം, ഈ രണ്ട് കേസസ് ആണ് അതിനകത്ത് നോക്കുന്നത്. റിമൂവ് ചെയ്യാനാണ് ബ്ലാക്ക് ലിസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന റിമൂവൽ എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ ചില സമയം സംടൈംസ് എ മോഡ്യൂൾ വിൽ കോസ് എ കോൺഫ്ലിക്ട് വിത്ത് അനദർ മോഡ്യൂൾ. That time we can use backlist. To backlist ഏത് മോഡ്യൂൾ ആണോ മോഡ്യൂൾ നെയിം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയാൻ ട്രബിൾ ഷൂട്ടിങ്ങിനകത്തുനിന്ന് കേട്ടോ പിന്നെയും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്.
ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എറർ വരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രബിൾ ഷൂട്ടിംഗ് ഈസ് എ ഫോം ഓഫ് പ്രോബ്ലം സോൾവിംഗ്. Some of the commands used in Linux are following. That's some commands. നമുക്ക് താഴെ തന്നിരിക്കുന്നുണ്ട്. tailf എന്ന് പറയുന്നത് വാച്ച് ലോഗ് ഫയൽ ഇൻ റിയൽ ടൈം. Advantage is simple, you can spot error or warning message in real time. അതുപോലെ തന്നെ അതെങ്ങനെ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ലോഗ് ഫയൽസുകൾ നമുക്ക് ലോഗ് എന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് റെക്കോർഡിംഗ് സ്റ്റേജിലാണ് ലോഗ് ഫയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. /f ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെയും ടെർമിനൽ നെറ്റ്വർക്കിലുള്ള രീതിയിൽ IP പോർട്ടിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എക്സൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 53 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പോർട്ട് നമ്പർ 53 നമ്മൾ നോർമലി വേൾഡ് വൈഡ് വൈബ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ഉള്ള ഇൻഫർമേഷൻസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെക്യൂർ ഷെൽ മോഡിലാണ് എക്സ്പ്ലനേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്തെ പോയിന്റ് എന്നത് ഈതർനെറ്റ് കോൺഫിഗറേഷൻ ടൂളിനെ കുറിച്ച് ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന് വർക്കിംഗ് മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഹോസ്റ്റ് നെയിം വെരിഫിക്കേഷൻ സെറ്റപ്പ് ടൂൾസ്. ഈ ഒരു ജനറൽ ഐഡിയാസ് ഇതേപടി തന്നെ ആ എക്സാം സമയത്ത് നോക്കി ഇത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പറയാനായിട്ടാണ്. കറസ്പോണ്ടിങ് കോൺഫിഗറേഷൻ വാല്യൂസ് ഈതർനെറ്റ് 0 എന്ന് പറയുന്ന ഈതർനെറ്റ് 0 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ NIC കാർഡ് വെച്ച് ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ആട്ടോ നമ്മൾ 0 എന്നുള്ള രീതിയിൽ എടുക്കും. ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് 0 1 1 2 എന്നുള്ള രീതിയിൽ മാറും. കോമൺ കമാൻഡ്സ് നമ്മൾ ലോഡഡ് മോഡ്യൂൾസിനെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ക്ലയന്റിൽ കോൺഫിഗർ ചെയ്ത് വെച്ചാലാണ് നമുക്ക് എന്ത് പറ്റും, നമുക്ക് IP ഡൈനാമിക് റേഞ്ച് റിലീസ് ചെയ്ത് നമുക്ക് വാല്യൂ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. കറസ്പോണ്ടിങ് ഇതെല്ലാം കമാൻഡ് പ്രോംപ്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളായിട്ട്. ടു സീ യു സർവീസ് ബ്ലോക്ക് ബിക്കോസ് ഓഫ് ആക്സസ് കൺട്രോൾ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റാം ഇൻഫർമേഷൻ, റാൻഡം മെമ്മറിയുടെ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ CPU ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം, മെമ്മറി ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാം, സ്റ്റോറേജ് അതായത് സെക്കൻഡറി ഡിവൈസ് സ്റ്റോറേജിന്റെ ഇത് വാല്യൂസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമാൻഡുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെമ്മറിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് മെമ്മറി ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട്, CPU ഇൻഫർമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കമാൻഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ ഹാർഡ് ഡിസ്കിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഹാർഡ് ഡിസ്കിന്റെ സ്പേസ് യൂട്ടിലൈസേഷൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ദറ്റ് ഈസ് ചെക്ക് ഔട്ട് ഹൗ മച്ച് ഹാർഡ് ഡിവൈസ് സ്പേസ് ഈസ് ലെഫ്റ്റ്, എത്ര ഫ്രീ സ്പേസുകൾ കിടപ്പുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാനായിട്ടുള്ള കമാൻഡ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് മെമ്മറി, CPU, ഹാർഡ് ഡിസ്ക് ആണ് ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടുള്ളൂ. ഇതിന്റെ കറസ്പോണ്ടിങ് എത്ര ഹാർഡ് ഡിസ്ക് സ്പേസ് ലെഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഹൗ മച്ച് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ യൂസേജ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാനുണ്ട്. അപ്പോൾ കിട്ടുന്ന വാല്യൂസ് ഈ രീതിയിലായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കമാൻഡുകളെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കമാൻഡ് ഐഡിയാസ് മാത്രമാണ് അവിടെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചു. പിന്നെ ഏതൊക്കെ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാല്യൂസ് ഏതൊക്കെ തരത്തിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഫയൽ സ്പേസ് യൂസേജിനെ കുറിച്ച് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് DU വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നോർമലി
സെക്കൻഡറി ഡിവൈസസിന് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡുകൾ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സുകളാണ് എക്സാമിന് വന്നിരിക്കുന്നത് എന്നുള്ള ഓർത്തേക്ക. ഫ്രീ സ്പേസ് സ്റ്റോറേജ്, അതായത് ഫയൽ സ്പേസ് സ്റ്റോറേജ് എല്ലാം നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പ്രോസസ്സിനെ കിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കിൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ചെയ്യുന്ന ഓരോ പ്രോസസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, നമ്പർ ഉണ്ടാണ്, പ്രോസസ് ഐ ഡി ഉണ്ട്. പ്രോസസ് ഐ ഡി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രോസസ് ഐ ഡി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസസ് ഐ ഡി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് കമാൻഡ് PS നമ്മൾ കൊടുത്ത് ഗ്രിപ്പ് ഏത് പ്രോഗ്രാം നെയിം ആണോ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രോസസ് ഐ ഡി കിട്ടും. ആ പ്രോസസ് ഐ ഡി കിട്ടി കഴിയുമ്പോൾ ആ പ്രോസസ് ഐ ഡി കിൽ കമാൻഡിനോടൊപ്പം തന്നെ പ്രോസസ് ഐ ഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ് നെറ്റ്വർക്ക് കണക്ഷൻസിന് നെറ്റ്സാറ്റിന്റെ യൂസേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ നെറ്റ്സാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവൈലബിൾ ആയിട്ട് കണക്ഷൻസ് എന്തൊക്കെ TCP നമ്മൾ ഒരുപാട് കണക്ഷൻസ് ഇന്റർനെറ്റ് കണക്ഷൻസ് യൂസ്, അപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻസ് ഏതൊക്കെയാണോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്സാറ്റ് കമാൻഡ് യൂസ് ചെയ്യുക. അപ്പം നെറ്റ്സാറ്റ് കമാൻഡ് യൂസേജ് എന്താണ്, ആക്റ്റീവ് നെറ്റ്വർക്ക് കണക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്സാറ്റ് യൂസ് ചെയ്യുന്നത്. NS ലുക്കപ്പ് പോലെ തന്നെ അടുത്ത ഒരു കേസാണ് നമ്മൾ നെറ്റ്സാറ്റ് യൂസ് ചെയ്യുന്നത്. ഡൊമൈൻ നെയിം സർവീസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ NS ലുക്കപ്പ് നോക്കുമല്ലോ, ഏതൊക്കെ ഇതിലാണ് ആക്റ്റീവ്. അതേപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ഷൻസ്, ആക്റ്റീവ് നെറ്റ്വർക്ക് കണക്ഷൻ നോക്കാനുള്ള NS സ്റ്റാറ്റിനെ കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്കിനെ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്താൽ മതി. LS എന്ന് പറയാൻ ലിസ്റ്റ് ആണ്. ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽസിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് LSനകത്ത് വരുന്നത്. റണ്ണിങ് പ്രോസസ്സുകളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കമാൻഡാണ് ലിസ്റ്റ് ഓൾ പ്രോസസ് റണ്ണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, ഒന്ന് FAT16 32 തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ട്രബിൾ ഷൂട്ടിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന കമാൻഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിനക്സ് ഡയറക്ടറി സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെറ്റ്സാറ്റിന്റെ യൂസേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ്വർക്കിന്റെ ആക്റ്റീവ് നെറ്റ്വർക്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്ന, പിന്നെ ഡിസ്ക് സ്റ്റോറേജിനെ മാനേജ് ചെയ്യുന്ന കമാൻഡുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഈ ഒരു സെക്ഷൻ എഴുതുന്നത് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഇതെല്ലാം തന്നെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ലിനക്സ് മാനുവൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനോട് കൂടി തന്നെ കിട്ടും കേട്ടോ. ഇത് കുറച്ചെണ്ണം മാത്രമേ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ബാക്കിയുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് മാനുവൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് ഈ ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ആൻഡ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
Network configuration is an activity to properly configure any network infrastructure through which various network applications or services can be run and accessed. Administrator must be able to configure IP addresses as well as other configuration files with respect to network services such as dynamic host configuration protocol, domain name systems, email, web servers and other such related network services. അപ്പം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് നമ്മളൊരു സിസ്റ്റം ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് കോൺഫിഗറേഷനകത്ത് നടക്കുന്നത്. അതിനകത്ത് ആദ്യമേ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണ്, നെറ്റ്വർക്ക് ഒരു ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യപ്പെടുക അല്ലെ. നമുക്ക് നമ്മളെ സിസ്റ്റത്തിന് വേണ്ട സർവീസസുകൾ വേറെ ഏതോ ഒരു സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പൊ അത് ഏത് സിസ്റ്റമാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന ഒരു സർവീസ് ആവശ്യമുണ്ടെന്ന് വെച്ച് ക്വറി പാസ് ചെയ്ത് കൊടുക്കും. ആ ക്വറി പാസ് ചെയ്ത് കൊടുക്കുക, ആ ക്വറിയിലെ ഓരോരോ ഫീൽഡുകളെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊടുക്കുന്ന സാധനത്തിന് കറസ്പോണ്ടിങ് എന്താണ് ബൈനറി വാല്യൂ കൺവേർഷൻസ് ഉണ്ടാവും. ആ ബൈനറി വാല്യൂ കൺവേർഷൻസിന് ഓരോ ഫീൽഡിലും കറസ്പോണ്ടിങ് എക്സ്ട്രാക്ഷൻസ് ഉണ്ടാവും. എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് വേണ്ട സർവീസസിലേക്ക് നമ്മൾ എത്തിപ്പെടുക ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, നമുക്കൊരു IP അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ഈ IP അഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ മെഷീനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള അഡ്രസ്സിനാണ് നമ്മൾ IP അഡ്രസ്സ് ആയിട്ട് പറയുന്നത്. IP അഡ്രസ്സ് നോർമലി എന്തിൽ നിന്നാണ് വരുന്നത്, ഓരോന്നിനും യൂണീക്ക് ആകാനുള്ള കാരണം വെച്ചാൽ നോർമലി NIC നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിനകത്ത് പറഞ്ഞിരിക്കുക MAC അഡ്രസ്സ്, ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട്. ഓരോ ഡിവൈസിനും കറസ്പോണ്ടിങ് ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട്. ആ ഫിസിക്കൽ അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോട്ടോകോൾസുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ IP അഡ്രസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ IP അഡ്രസ്സിന്റെ നെറ്റ്വർക്ക് ആക്സസിനുള്ള IP അഡ്രസ് ജനറേഷൻ ക്രിയേഷൻസ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൽ IP അഡ്രസ്സ് ഒരു സിസ്റ്റത്തിന് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു IP അഡ്രസ്സ് കൊടുത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു, ഇത്ര ഡിവൈസുകളെ ഞാൻ യൂസ് ചെയ്യുള്ളൂ, എനിക്ക് ഇത്ര IP വേണം എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3 IP അഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് നാലാമതൊരു ഡിവൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഇപ്പോൾ 3 ഡിവൈസ് ഒരേ സമയം ഞാൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു IP അഡ്രസ്സ് നെറ്റിൽ ആക്സസ് ചെയ്യാനുള്ള അഡ്രസ്സ് എനിക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്ത് മാനേജ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് യൂട്ടിലൈസേഷൻ ഓരോ ഡിവൈസും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം, ദറ്റ് ഈസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിന്റെ ഹെൽപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നോട്ട് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു IP വാല്യൂവിന് പകരം ഡൈനാമിക് അഡ്രസ് ജനറേഷൻസ് നമ്മൾ ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. ഹോസ്റ്റ് എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡ് സിസ്റ്റത്തിനാണ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സർവീസിന് കറസ്പോണ്ടിങ് IP വാല്യൂസ് റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും അവിടെ ഉണ്ടാവുക. നെറ്റ്വർക്ക് എന്തിനാ കോൺഫിഗർ ചെയ്യേണ്ടി വരുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നെയാണ്. ദറ്റ് ഈസ് ഫയൽസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ റിസോഴ്സുകൾ, പലതരത്തിലുള്ള റിസോഴ്സുകൾ ഷെയർ ചെയ്യേണ്ടത്. ആ റിസോഴ്സ് ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ കോൺഫിഗർ ചെയ്യാൻ സെറ്റപ്പ് ആക്കി വെക്കുക, അതിനെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. കൊടുക്കേണ്ട വാല്യൂസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ എന്നുള്ള അല്ലെങ്കിൽ കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. കൺട്രോൾ കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, ദറ്റ് ഈസ് ഇറ്റ്സ് എ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ യൂസ് ടു കോൺഫിഗർ ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഡിവൈസസുകളെ മാനേജ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സർവീസ് ആണ് നമ്മുടെ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ക്ലയന്റ് സെർവർ മോഡലുകൾ നോർമലി ഏറ്റവും ഈസി ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു രീതിയാണ് നമ്മുടെ DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്നുണ്ട്. എന്താ ഇത് ചെയ്യുന്നത്? ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി അസൈൻസ് IP അഡ്രസ്സസ് ആൻഡ് അതർ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഇൻഫോർമേഷൻസ് ടു കമ്പ്യൂട്ടർ ഓൺ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലെ ഭാഗമായി വരുന്ന ഡിവൈസസുകൾക്ക് IP അഡ്രസ്സും അതുപോലെയുള്ള കോൺഫിഗറേഷൻ വാല്യൂസ്, വെച്ചാൽ സബ്നെറ്റ് മാസ്ക് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് ഉൾപ്പെടെയുള്ള പല വാല്യൂസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുന്ന ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ വഴി നമുക്ക് സാധ്യമാകുന്നത്.
ഡൈനാമിക് ഇത് ചെയ്യണമെങ്കിൽ ഈ ഡൈനാമിക് ഹോസ്റ്റ് അല്ലെങ്കിൽ IP ഡൈനാമിക് ആയിട്ട് IP പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് സെർവർ. അപ്പോൾ ഒരു ഡൈനാമിക് DHCP സെർവർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഡൈനാമിക്സ് ഇതിനകത്ത് എന്താണ് ഡേറ്റാബേസ്, അതിനകത്തൊരു ഡേറ്റാബേസ് ഉണ്ട്. അത് എന്തിനു വേണ്ടിയായിരിക്കും? അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഈ സെർവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് നമ്മളൊരു ക്ലയന്റ് ആണ്, നമ്മുടെ ക്ലയന്റിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ആ ഫേസ്ബുക്ക് പേജുകളെല്ലാം നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് ലോഡ് ചെയ്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ഡേറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്തൊരു വാല്യൂ നമ്മുടെ സിസ്റ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സിസ്റ്റത്തിന് ഇന്ന സർവീസ് ആവശ്യമാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അഡ്രസ്സ് വേണം. എന്നിട്ട് IP അഡ്രസ്സ് നമുക്ക് അതിന് വേണ്ട ഫ്രീ അഡ്രസ്സുകളെല്ലാം തന്നെ എവിടെ കിടക്കും? ഈ ഡേറ്റാബേസിനകത്ത് കിടപ്പുണ്ടായിരിക്കും. അപ്പം ഇപ്പോൾ ഒരു സിസ്റ്റം നെറ്റ്വർക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ IP വേറൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ലീസ് ചെയ്ത് കൊടുക്കുക എന്നൊരു ടൈം ലിമിറ്റിലാണ് ആ IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നോർമലി ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ദിവസം 24 hours എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെർവർ മാനേജ് ചെയ്യുക, IP അഡ്രസ്സ് മാനേജ് ചെയ്യിക്കുന്നത് കേട്ടോ. ഇതില് അപ്പം രണ്ടും അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിനായിട്ട് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ എല്ലാം റാൻഡം സിസ്റ്റംസ് അല്ലേ, അതെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ ഭാഗമല്ലാത്ത യൂസ് ചെയ്യുന്ന സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിലെല്ലാം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ ആയിരിക്കും കൂടുതലായിട്ടും എടുക്കുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു കോൺഫിഗർ ക്ലയന്റ് ആൻഡ് അലൗസ് one to move a computer to various network and be configured with the appropriate IP address, gateways and subnet mask. ഇതിനെക്കുറിച്ച് ഗേറ്റ്വേസിനെ കുറിച്ചുള്ള സബ്നെറ്റ് മാസ്കിനെ കുറിച്ചുകളൊന്നും നമുക്ക് വറീഡ് ആവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സർവീസസ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് DHCPയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? IP അഡ്രസ്സ് ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക്, അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് അതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത്, എത്ര നേരം എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ DHCP എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം സമയത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം. ഇതിൽ എങ്ങനെയാണ് ഈ DHCP വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതേ സംബന്ധിച്ചിടത്തോളം ഈ DHCP വർക്ക് ചെയ്യുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഡോറ വർക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഡോറ എന്നുള്ള രീതിയിലുള്ള ഒരു ടേം ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡോറ പാറ്റേൺ ആണ് അവിടുത്തെ യൂസ് ചെയ്യുന്നത്. ഡോറ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സർവീസ് നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഡിമാൻഡ് ചെയ്ത് കൊടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സർവീസ് കിട്ടണം. അപ്പൊ ഇതിനെ ഈ ഒരു റിക്വസ്റ്റ് ഓഫർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിനെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒരു നിമിഷം DHCP കുറിച്ചുള്ള ചെറിയ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഇതിന്റെ നോട്ട് നോക്കിയിട്ടുണ്ടെന്ന് മാത്രം. This eliminates the need of manual configuration for each device, making network administration more efficient and scalable ആണ്. എങ്ങനെയാണ് ഹൗ DHCP വർക്ക്സ് എന്ന് പറയുന്ന ഈ സംഗതിയാണ് ഡോറ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതായത് ആദ്യം ഫസ്റ്റ് ഡിസ്കവറി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് ഒരു അഡ്രസ്സ് കിട്ടണമല്ലോ. സോ ദാറ്റ് ഇസ് വെൻ എ ഡിവൈസ് ഓർ ക്ലയന്റ് ഈസ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ഫോർ ഫസ്റ്റ് ടൈം it broadcasts a DHCP discover message to all devices on the network. ആദ്യം ചെയ്യുന്ന എന്താണ്? ഒരു DHCP സെർവർ സർവീസ് പ്രൊവൈഡറിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമുക്കൊരു സർവീസ് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കണം നമ്മുടെ ക്ലാസ് D സർവീസസ് ആണ്, IP അഡ്രസ് ആണ് നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആദ്യമേ അതിന് ഒരു അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ IP അഡ്രസ് വാല്യൂ 00 ബ്രോഡ്കാസ്റ്റ് ചെയ്ത അഡ്രസ് വാല്യൂ 255-250 റേഞ്ചിലുള്ള അഡ്രസ് വാല്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ ബ്രോഡ്കാസ്റ്റിങ്ങിന് പോകുന്നത്. ദെൻ അതിനുശേഷം അപ്പം എന്ത് ചെയ്യപ്പെടും? ഈ ഒരു ബ്രോഡ്കാസ്റ്റ് വാല്യൂ കിട്ടുമ്പോൾ ഒരുപാട് സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഏതാണോ ഒരു DHCP സെർവർ എന്ത് ചെയ്യും? റിസീവ്സ് ദിസ് മെസ്സേജ് and selects an available IP address from its pool of addresses. അതിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സുകളിൽ നിന്ന് ഒരു IP അഡ്രസ് എന്ത് ചെയ്യപ്പെടും? അത് തിരിച്ചു കൊടുക്കും. ഇറ്റ്സ് ഓഫർ, എനിക്ക് ഇങ്ങനെ ഒരു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു IP അഡ്രസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് D കഴിഞ്ഞതിന് ശേഷം ഡിസ്കവർ എന്നുള്ളതിന് ശേഷം O എന്നുള്ള ഓഫർ ചെയ്യപ്പെടുന്നു.
ഓഫർ ചെയ്തതിന് ശേഷം എന്താ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് റിസീവ് ചെയ്യണം. ആ ഒരു ഓഫർ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യും, ഇത് യൂസ് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മളുടെ സർവീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ IP അഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് ബെസ്റ്റ് ഓഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് അക്നോളജ്മെന്റ് തിരിച്ചു കൊടുക്കും. ക്ലയന്റ് എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് കൊടുക്കുവാണ്, എന്താണ്, ഈ IP അഡ്രസ്സ് എനിക്ക് അവൈലബിൾ ആണെന്ന് IP അഡ്രസ്സ് ഓഫർ ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഈ അഡ്രസ്സ് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയാം. ദെൻ ആ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അക്നോളജ് ചെയ്യും. DHCP സെർവർ റിസീവ്സ് ദ റിക്വസ്റ്റ് മെസ്സേജ് ആൻഡ് സെൻഡ്സ് DHCP acknowledgement message to the client confirming the assignment of the IP address and other parameters. This is the important work. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കേട്ടോ. അപ്പം ആദ്യം ഡിസ്കവർ ചെയ്ത് നമുക്കൊരു IP അഡ്രസ്സിനെ കുറിച്ച് വാല്യൂ വേണം, ഒരു IP അഡ്രസ്സ് വേണം എന്നുള്ള ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടും. അത് കറസ്പോണ്ടിങ് സെർവേഴ്സ് റിസീവ് ചെയ്ത സെർവേഴ്സിൽ നിന്ന് എന്ത് ചെയ്യപ്പെടും, നമുക്കൊരു തിരിച്ച് ഇന്ന IP അഡ്രസ്സ് അവൈലബിൾ ആണെന്ന് കിട്ടും. ആ IP അവൈലബിൾ ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യും, ഈ IP അഡ്രസ്സ് റിക്വസ്റ്റ് ചെയ്തിരിക്കും നമ്മൾക്കായിട്ട് തരണം എന്നുള്ള. അപ്പോൾ IP അഡ്രസ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് നമുക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ വിത്ത് അക്നോളജ്മെന്റ് മെസ്സേജ് ആയിട്ട് നമുക്കത് കിട്ടുന്നു. ഇനി ഈ IP അഡ്രസ്സ് സെറ്റ് കിട്ടുന്ന സമയത്ത് ഒരിക്കലും അത് പെർമനന്റ് ആയിട്ട്, അത് നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലല്ല, അത് പ്രൊവൈഡ് ചെയ്യുന്ന മോഡാണ് ലീസ് മോഡിലായിരിക്കും അത് ചെയ്യുന്നത്. വെച്ചാൽ ടൈം ലിമിറ്റഡ് ആയിരിക്കും. നോർമലി ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 1 day ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ടൈം ലിമിറ്റ് ആയിട്ട് പറയുന്നത്. ദ IP അഡ്രസ് ഈസ് അസൈൻഡ് ടു ദ ക്ലയന്റ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം നോൺ ആസ് ദ ലീസ് ടൈം. When the lease time expires, the client can renew the lease or request a new IP address. Normally നമ്മൾ ഇത് ഹാഫ് ഓഫ് ടൈം ഒരു റിന്യൂവൽ, അതിൽ കൂടുതൽ സമയം നമുക്ക് ആ IP അഡ്രസ് ആവശ്യമുണ്ട്, അസൈൻ ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ റിന്യൂവൽ റിക്വസ്റ്റിലാണ് നമ്മൾ വീണ്ടും അതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ടെക്സ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സുകൾ ഓർക്കണം. ഇപ്പൊ ഡോറ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. DHCP വർക്കിങ്ങിന് നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ടേം ഡോറ. ദാറ്റ് മീൻസ് ഡിസ്കവറി, IP അഡ്രസ് അവൈലബിൾ ആണോ എന്ന് ബ്രോഡ്കാസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഇപ്പോൾ ഏത് സർവീസ് സെർവർ റിക്വസ്റ്റ് അക്നോളജ്മെന്റ് ഡോറ. ഇനി അതിന്റെ റിലേറ്റഡ് ടെക്സ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാം. ലീസ് റിക്വസ്റ്റ് നമ്മളുള്ളത് ക്ലയന്റ് ബ്രോഡ്കാസ്റ്റ് റിക്വസ്റ്റ് ടു DHCP സെർവർ വിത്ത് എ സോഴ്സ് അഡ്രസ് ഓഫ് 000. സോഴ്സ് അഡ്രസ് 000 ഇപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു IP അഡ്രസ് കിട്ടിയിട്ടില്ല. നമ്മുടെ സിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള IP അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഇനീഷ്യൽ റേഞ്ചിലുള്ള IP അഡ്രസ് ആയിട്ട്, അല്ലെങ്കിൽ സോഴ്സ് അഡ്രസ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. സോ ഡെസ്റ്റിനേഷൻ അഡ്രസ് ആർക്കാണ് നമ്മൾ എടുക്കുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂസ് നമുക്കറിയാം. IP അഡ്രസ് ക്ലാസിനെ കുറിച്ച് ഒന്ന് റീതിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് 255 250 4 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുള്ള വാല്യൂ ആണ്. This request includes the MAC address which is used to direct the reply. ഇതിനകത്ത് എന്താ ആകെ പറഞ്ഞത്, ഏതാണ് MAC address മീൻ ഇൻഡിവിജ്വൽ മെഷീനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വാല്യൂയോട് കൂടിയാണ് ഈ സംഗതി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പം IP ലീസ് ഓഫർ കിട്ടുക വെച്ചാൽ സെർവർ എന്ത് ചെയ്യും, DHCP സെർവർ റിപ്ലൈസ് വിത്ത് ആൻ IP അഡ്രസ്. ഇത് IP അഡ്രസ് മാത്രമല്ല, ആ IP അഡ്രസ് കറസ്പോണ്ടിങ് ആയിട്ട് സബ്നെറ്റ് മാസ്ക് പറഞ്ഞാൽ എത്ര ഡിവൈസസ് ആ IP അഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര സബ് ഡിവൈസസുകളെ ആ നെറ്റ്വർക്കിനകത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സബ്നെറ്റ് മാസ്ക് ഉണ്ട്. നെറ്റ്വർക്ക് ഗേറ്റ്വേയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, നെയിം ഓഫ് ദ ഡൊമൈൻ, നെയിം ഓഫ് ദ സെർവേഴ്സ്, ഡ്യൂറേഷൻ ഓഫ് ദ ലീസ് ആൻഡ് ദ IP അഡ്രസ് ഓഫ് ദ DHCP സെർവർ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, തിരിച്ച് ഓഫർ ചെയ്യുന്ന ഇൻഫർമേഷനകത്ത് വരുന്നുണ്ട്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലീസ് സെലക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആ ഓഫർ എടുക്കുവാണെങ്കിൽ ക്ലയന്റ് റിസീവ്സ് ഓഫർ ആൻഡ് ബ്രോഡ്കാസ്റ്റ് ടു DHCP സെർവേഴ്സ് ദാറ്റ് വിൽ ആക്സെപ്റ്റ് ഗിവൺ ഓഫർ സോ ദാറ്റ് other DHCP server need not make an offer. നമുക്ക് ഒരാളുടെ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു IP വാല്യൂ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ യൂണികാസ്റ്റ് അല്ല, ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ റിപ്ലൈസ് ഉണ്ടാവില്ല. അതിനകത്ത് ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആവശ്യമില്ല. ദെൻ ദ DHCP സെർവർ ദെൻ സെൻഡ്സ് ദ അക്നോളജ്മെന്റ് ടു ദ ക്ലയന്റ്. ദ ക്ലയന്റ് ഈസ് കോൺഫിഗർഡ് ടു യൂസ് TCP/IP. നെക്സ്റ്റ് TCP/IP യൂസ് ചെയ്തുകൊണ്ട് ആ വാല്യൂ IP അഡ്രസ് യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും.
ദാറ്റ് മീൻസ് ഇതിനകത്ത് ആ ഒരു പോയിന്റ് ലീസ് റിന്യൂവൽ എന്ന് പറയുന്നത്. ലീസ് റിന്യൂവൽ നമ്മൾ പറഞ്ഞു നമുക്ക് നോർമലി അത് ഇതിനകത്ത് പറയാം എത്ര ടൈമിലേക്കാണ് ഈ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ടൈമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിന്യൂ ചെയ്യണം. നോർമലി ചെയ്യുന്നത് വെൻ ഹാഫ് ഓഫ് ദ ലീസ് ടൈം ഹാസ് എക്സ്പയർഡ് ദ ക്ലയന്റ് വിൽ ഇഷ്യൂ എ ന്യൂ റിക്വസ്റ്റ് ടു ദ DHCP സെർവർ. ഇത് റിന്യൂ ചെയ്ത് വേണം സർവീസ്. ഇതേ IP അഡ്രസ്സിൽ സർവീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂവൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ DHCP വെച്ചിട്ട് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അത് ഡോറ പാറ്റേൺ ആണെന്ന് ഓർത്തു വെക്കുക. അതിനകത്ത് ലീസിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് പറയണം. ഡിസ്കവറി, ഓഫർ, റിക്വസ്റ്റ്, അക്നോളജ്മെന്റ്. ഇത് ഈ DHCP വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും കറസ്പോണ്ടിങ് കോൺഫിഗറേഷൻ ഫയൽസുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ RPM-നെ ബേസ് ചെയ്ത്, റെഡ് ഹാറ്റിനെ ബേസ് ചെയ്ത ഫെഡോറ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് RPM ആണ് അതിന്റെ ഫയൽ ഫോർമാറ്റ്. Debian, Ubuntu പോലെയുള്ള ലിനക്സ് മിന്റ് ഒക്കെ ആണെങ്കിൽ DB ഫോർമാറ്റിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫയൽസുകൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനകത്തെ DHCP ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് DHCP അതിന്റെ കഴിഞ്ഞ ശേഷം അതിന്റെ വേർഷനോട് കൂടിയിട്ടായിരിക്കും കാണിക്കുക. അതിന്റെ ഫോർമാറ്റ് നമുക്ക് കിട്ടും കേട്ടോ. ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. മാനേജിങ് ദ DHCP ഡീമോൺ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഡീമോൺ എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മളുടെ ഫ്രണ്ടിൽ വർക്ക് ചെയ്യുന്ന ഇപ്പം ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നമ്മൾ അടുത്ത മുന്നിൽ ആൾക്കാർ ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറകിൽ ഇതിനെ അസിസ്റ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പൊ മുന്നിലത്തേക്ക് വർക്കിനെ ഒരു കാരണവശാലും ബാധിക്കില്ല. പക്ഷെ ഇതിന് ബിഹൈൻഡ് വർക്കേഴ്സ് ആണ്, ബിഹൈൻഡ് പ്രോസസ്സുകളാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് സം തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ്ലി ദ ഡിഫറെന്റ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ യൂസസ് ഡിഫറെന്റ് ഡീമോൺ മാനേജ്മെന്റ് സിസ്റ്റം. സെക്കൻഡ്ലി ദ ഡീമോൺ നെയിം നീഡ്സ് ടു ബി നോൺ ആൻഡ് ഇൻ ദിസ് കേസ് ദ നെയിം ഓഫ് ദ ഡീമോൺ ഈസ് DHCP. രണ്ട് കാര്യങ്ങൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അതിപ്പോ പറഞ്ഞു. ഓക്കെ, കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് there is a need to server configuration parameter നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അത് ഇതിനകത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ETC ആയിട്ട് എക്സിക്യൂഷൻ ഫയൽസിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ഈ ഡയറക്ടറിയിലാണ് കറസ്പോണ്ടിങ് ഇതിന്റെ കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടാവുക. അത് രണ്ടും ഐഡന്റിഫിക്കൽ ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ നെയിം എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഹൗ ഡു യു കോൺഫിഗർ DHCP? കോൺഫിഗർ ചെയ്യാൻ എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്സ്. ഇത് മാനുവലി നമുക്ക് നമ്മൾ കുറെ നെറ്റ്വർക്ക് സബ്നെറ്റുകൾ നമുക്ക് NS ലുക്കപ്പിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് കറസ്പോണ്ടിങ് അറിയാം. നമ്മുടെ സബ്നെറ്റ് ഒരു ഒറ്റ വാല്യൂല് കൊടുക്കുകയാണെങ്കിൽ 192 നമുക്ക് അത് ക്ലാസ് ചെയ്യാം. നെക്സ്റ്റ് റേഞ്ച് ഡിഫറെന്റ് ക്ലാസ്സുകളെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് IP അഡ്രസ്സിന്റെ റേഞ്ച് മനസ്സിലാക്കാനായിട്ട് അത് സബ്നെറ്റ് മാസ്കിനെ സംബന്ധിച്ച് നെറ്റ് മാസ്ക് 255 255 ക്ലാസ് ഈ പാറ്റേണിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിന്റെ റേഞ്ച് 201 to 222 വരെയുള്ള റേഞ്ചിനകത്ത് ഡിഫറെന്റ് ഡിവൈസ് വാല്യൂസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഡിഫോൾട്ട് ടൈം, അതായത് എത്ര സമയം ലീസ് ടൈം എത്രയാണെന്ന് സെറ്റ് ചെയ്ത് ഇതെന്ന് പറയുന്ന 86,400 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 24 hours എന്നാണ്. അതാണ് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ആണത്. അതിൽ കൂടുതൽ വാല്യൂസ് വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. PC ക്ലയന്റ് യൂസ് ചെയ്യുന്ന ഡിഫോൾട്ട് ഗേറ്റ് വേസിനെ കുറിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയതുകൊണ്ടാണ് ലാസ്റ്റ് വാല്യൂസ് എന്ത് എടുത്തിരിക്കുന്നത് 255. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാസ്ക് എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. കാരണം 255 ആയിരിക്കും ഹോസ്റ്റ് വാല്യൂ. രണ്ട് ഇതിനാണ് നമ്മൾ പറയുന്നത്. നോർമൽ 256 വാല്യൂസ് എടുക്കുമ്പോൾ രണ്ടെണ്ണം നമ്മൾ ഒന്ന് നെറ്റ്വർക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടാണെന്ന് IP ക്ലാസ് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇത് 255 ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ അതിലെന്താ പോയിന്റ്സ് നെക്സ്റ്റ്? വിൻഡോസിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത വിൻ സെർവർ ഫോർ യുവർ വിൻഡോസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ.
നെറ്റ് ബയോസ് നെയിം സെർവറിന്റെ വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തത് സെർവർ നെയിം സബ്നെറ്റ് മാസ്കും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് ഇനി ഇതിനൊപ്പം തന്നെ നമുക്കൊരു addition informations. You can also assign a specific IP address based on the client's Ethernet MAC address as follows. ഇനി ഒരു ലേസർ പ്രിന്ററിന് ഷെയറബിൾ തിങ്സ് എല്ലാം തന്നെ നമുക്ക് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് ID പ്രൊവൈഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ സപ്പോസ് ഒരു പ്രിന്റർ ആണെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ ഈതർനെറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ടുള്ള കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പാറ്റേൺ. ജനറൽ ഇങ്ങനെയാണ് യൂസ് ഇന്റർഫേസസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്നെറ്റ് മാസ്കും സബ്നെറ്റ് നെറ്റ് മാസ്കും എല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പാറ്റേൺ. ഇത് ഫിക്സഡ് അഡ്രസ് ആയി. ഇപ്പോൾ ഇതേപോലെയുള്ള ഹാർഡ്വെയർ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നെറ്റ്വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പെർമനന്റ് അഡ്രസ്സുകളാട്ടോ കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് DHCP സെർവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടിപ്പിൾ NICs യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിഫറെന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ് വാല്യൂ ഡിഫറെന്റ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 2 കോൺഫിഗറേഷൻ ചലഞ്ചസ് അവിടെ നടക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് 2 കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഒന്ന്, ഫസ്റ്റ് ഈസ് ദ സെറ്റിംഗ് ഓഫ് ദ കറക്റ്റ് റൂട്ടിംഗ്. അതാണ് റൂട്ടിങ്ങിനെ കുറിച്ച്. റൂട്ടിംഗ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ഈസ് മേക്കിംഗ് ഷുവർ ഓൺലി ദ റിക്വയർഡ് ഇൻഫോയ്സ് ആസ് ലിസൺ ടു സെർവർ DHCP. ഒരേ DHCP സെർവേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ NICs ആണെങ്കിൽ റൂട്ടിംഗ് അതുപോലെ തന്നെ ലിസണിങ് ഇന്റർഫേസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം if your DHCP server has more than one interface, you have to add a route for this address so that it knows the interface on which to send the reply. If not, it send to the default gateway. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നിൽ കൂടുതൽ NICs യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വേണ്ടി വരുന്നത്. ഇത് ഈതർനെറ്റിനാണ് 0 ആണ്. ഫസ്റ്റ് ഡിവൈസസിന്റെ ഒരു ഈതർനെറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള പാറ്റേൺ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്, റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ സെയിം ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ തന്നെയായിരിക്കും ഫെഡോറ റെഡ് ഹാറ്റിന്റെ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതിനെ തന്നെയായിരിക്കും എന്താ കൊടുത്തിരിക്കുന്നത്, ഉബുണ്ടു ഡിബൈൻ പ്ലാറ്റ്ഫോം ഫയൽ സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും വലിയ വ്യത്യാസമില്ല. റൂട്ടിംഗ് ആൻഡ് ലിസണിംഗ് ആണ് മൾട്ടിപ്പിൾ NICസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം രണ്ടാമത്തെ കേസിനകത്ത് പറയുന്നത് once you have defined the interface for your DHCP routing, you should also ensure that your DHCP server only listen on that interface and not others. ഏതാണോ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ലിസൺ എന്ന് പറയുന്നത്. ലിസൺ എന്ന് പറയുന്ന പാസീവ് ആക്റ്റീവ് പാറ്റേൺ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു റേഞ്ച് ആണ്. അത് അതിൽ തന്നെയാണ് പോകുന്നത്. ആ ഈ കറസ്പോണ്ടിങ് ഇന്റർഫേസിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് അതിന് കറസ്പോണ്ടിങ് വേരിയബിൾ സ്പെസിഫിക്കേഷൻ ആട്ടോ. ഇനി ഫെഡറൽ റെഡ് ഹാറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന DHCP ടാഗ്സ് വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേസമയം നെക്സ്റ്റ് ഡിബൈനിലാണെങ്കിൽ ഇന്റർഫേസ് വേരിയബിൾ ആയിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിംഗ്സ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വേരിയബിൾ ഉണ്ട്. ഈതർനെറ്റ് 0 ആണ് യൂസ് ചെയ്യുന്നത്, ഈതർനെറ്റ് 1 ആണ് യൂസ് ചെയ്യുന്നത്. ഏത് ഡിവൈസ് ID ഏതാണോ അതിന് കറസ്പോണ്ടിങ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ ലിസണിങ് ആ രീതിയിൽ തന്നെയായിരിക്കണം പോകേണ്ടത്. വെരിഫിക്കേഷൻ, യു വിൽ ബി ഏബിൾ ടു വെരിഫൈ സക്സസ് ഇൻ വൺ ഓഫ് ദ 2 ways. ഒന്ന് ചെയ്യുന്നത് ഫസ്റ്റ് ദ നെറ്റ്സാറ്റ് കമാൻഡ്. നെറ്റ്സാറ്റിനെ കുറിച്ച് നെറ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞത് ഈ നെറ്റ്സാറ്റ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ.
ഫസ്റ്റ് നെറ്റ്സാറ്റ് കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർഫേസ് ലിസൺ ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള അപ്പോൾ അല്ലെങ്കിൽ ഡിവൈസസിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കേസ് DHCP daemon was restarted, and secondly your ലോഗ് ഫയൽസ് ചെക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കമാൻഡ് എക്സിക്യൂഷൻ നടത്തി കഴിഞ്ഞ് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർക്ക് ആക്ടിവേഷനിലേക്ക് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ക്ലയന്റ് സിസ്റ്റം റണ്ണിംഗ് ഓൺ ലിനക്സ് വിൻഡോസ് ഷാൽ ബി കോൺഫിഗർഡ് യൂസിങ് DHCP. DHCP ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. Explain the working of DHCP with the activities performed between DHCP server and DHCP client. ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചിരിക്കുന്ന വർക്കിംഗ് ആണ് ഇതിനകത്ത് കൂടുതലും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യും അല്ലെങ്കിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് DHCP with the activities performed between DHCP server and DHCP client. ക്ലിയർ ആയല്ലോ അല്ലേ? അതാ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയിക്കോട്ടെ. DHCPയുടെ വർക്കിംഗ് ക്ലിയർ ആയെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ചോദിച്ചിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. ഡോറ എന്ന് പറയുന്ന ഓപ്ഷൻ ഓർത്ത് വയ്ക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇനി ഇത് പല പ്രാവശ്യം ക്വസ്റ്റ്യനിനകത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ലിസ്റ്റ് ആക്ടിവിറ്റീസ് ബിറ്റ്വീൻ DHCP സെർവർ ആൻഡ് DHCP ക്ലയന്റ്. ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സംബന്ധിച്ചിടത്തോളം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫയൽ അലോക്കേഷൻ ടേബിൾ 1613 കേസ് പറഞ്ഞത്. DHCPക്ക് കറസ്പോണ്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ടോപ്പിക് ആണ്. വാട്ട് ഈസ് DNS, കമ്പയർ ബിറ്റ്വീൻ പ്രൈമറി DNS ആൻഡ് സെക്കൻഡറി DNS പറയുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ്. സെയിം what is DHCP, explain the working of DHCP with the activities performed between DHCP server and DHCP client. അപ്പോൾ ഈ ഒരു ഇതിന്റെ സൈഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. DHCPയുടെ വർക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, DHCPയുടെ എക്സ്പ്ലനേഷൻ വർക്കിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്
ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന DNS. ഇതും പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ ടോപ്പിക്സ്, ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു ഐഡിയാസ് നമ്മൾ നമ്മുടെ തുടക്കങ്ങളിൽ നമ്മൾ പഠിച്ചു പോകുന്നതാണ്, എന്തിനാണ് ഡൊമൈൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊരു നെയിമിംഗ് കൺവെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ അഡ്രസ് ഡീറ്റെയിൽ ആയിട്ട് IP അഡ്രസ് നമ്മൾ പറയില്ല, ആ വാല്യൂസ് ഫുൾ ആയിട്ട് അതിന് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഫുൾ അഡ്രസ് നമുക്ക് ബൈനറി വാല്യൂസ് നമ്മൾ ബൈനറി അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂസ് ആ 4 സെക്ഷൻ പാറ്റേണിലുള്ള നമ്പർ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ല നമ്മൾ ഹോസ്റ്റ് നെയിം കൊടുക്കുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നെയിമുകളായിരിക്കും. ആ ഹോസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, പക്ഷെ ഫേസ്ബുക്കിനെ കറസ്പോണ്ടിങ് IP അഡ്രസ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ IP അഡ്രസ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പിംഗ് കൺവേർട്ട് ചെയ്തെടുക്കും. ഹോസ്റ്റ് നെയിമിൽ നിന്ന് IP അഡ്രസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ്, നേച്ചറാണ് നമ്മൾ DNS എടുക്കുന്നത്. രണ്ടും IP ടു ഹോസ്റ്റ്, ഹോസ്റ്റ് ടു IP പാറ്റേണിൽ കൺവേർഷൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൊമൈൻ നെയിം സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. This is a hierarchical distributed naming system ആണ്. ഈ hierarchical distributed naming system ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഈസി ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല പല സെർവേഴ്സിന്റെ ഹെൽപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിനകത്ത് ടോപ്പ് ലെവൽ ഡൊമൈൻസുകളെ ഹെൽപ്പ് ചെയ്യുന്ന സോൺ ബേസ് കാറ്റഗറൈസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് ആ കാറ്റഗറൈസേഷൻ ഹൈറാർക്കിക്കൽ ഒരു റൂട്ട് സെർവർ ഉണ്ടല്ലോ, റൂട്ട് സെർവറിനെ നോർമലി ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും തിരിച്ചിരിക്കുന്നത്. അതിൽ ടോപ്പ് ലെവൽ ഡൊമൈൻസുകൾ .com, .org, .edu അങ്ങനെ പല നേച്ചർ ഏത് തരം സർവീസസുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ അതിനെ തിരിക്കുക. അപ്പൊ ഒരു നോർമലി തുടക്കം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു DNS റിസോൾവർ എന്ന് പറയുന്ന രീതി. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DNS സെർവേഴ്സ് ഉണ്ടെന്നുള്ള ഓർക്കാം. നോർമലി 4 ടൈപ്സ് സെർവേഴ്സ് ആണ് നമുക്ക് നമ്മളുടെ ഈ ഒരു റിക്വസ്റ്റിനെ ലൈക് ക്വറിയെ റിസോൾവ് ചെയ്ത് കിട്ടാൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ 4 തരത്തിലുള്ള സെർവേഴ്സിന്റെ ഹെൽപ്പ് യൂസ് ചെയ്യാറാണ്. ഒന്ന് DNS റിസോൾവർ എന്ന് പറയുന്നത്, പിന്നെ റൂട്ട് നെയിം സെർവേഴ്സ് യൂസ് ചെയ്യും, പിന്നെ TLD നെയിം സെർവേഴ്സ്, ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം സെർവേഴ്സ് യൂസ് ചെയ്യും, പിന്നെ അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സ് എന്ന് പറയും. അപ്പം ഈ 4 തരം സെർവേഴ്സ് ആണ് നമുക്ക് ഒരു വെബ് പേജിനെ നമുക്ക് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും പാസ് ചെയ്ത് പോകേണ്ട 4 തരത്തിലുള്ള സെർവേഴ്സ്. ഒന്ന് ക്ലിയർ ആയല്ലോ. DNS റിസോൾവർ എന്ന് പറയുന്ന നോർമലി നമ്മളുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന ജിയോ, എയർടെൽ, ഐഡിയ പോലുള്ള ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന DNS റിസോൾവേഴ്സ് ഉണ്ടാവും. നെക്സ്റ്റ് റൂട്ട് നെയിം സെർവേഴ്സ്. നമുക്ക് റൂട്ട് നെയിം സെർവേഴ്സ് ഉദ്ദേശിക്കുന്ന 13 സെറ്റ് റൂട്ട് നെയിം സെർവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് റൂട്ട് നെയിം സെർവേഴ്സിനകത്ത് A to M വരെയുള്ള ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. G എന്ന് പറയുന്ന ലെറ്റർ മാത്രം യൂസ് ചെയ്യില്ല, കാരണം ഹോം പേജിന്റെ അഡ്രസ്സിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്യിക്കുന്നത്. അല്ലാത്തല്ല റൂട്ട് നെയിം സെർവേഴ്സ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതിന് റൂട്ട് നെയിം സെർവറിന് ശേഷം നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് TLD നെയിം സെർവർ. TLD നെയിം സെർവർ എന്ന് പറയുമ്പോൾ ഈ കറക്റ്റ് ആയിട്ട് ഏത് ഇപ്പോൾ .com, .edu, .net എന്ന് പറയുന്ന ടൈപ്പ് സെർവേഴ്സുകളെ അതിന്റെ തന്നെ അഡ്രസ്സുകളെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് TLD നെയിം സെർവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് .com ആണ് നമ്മുടെ IP അഡ്രസ്സിന് നമുക്ക് കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് www.facebook.com എന്നാണ് കൊടുത്തേക്കുന്നത് വെച്ചോ. അപ്പൊ അത് കോം ആണെന്ന് വെച്ചാൽ ആ കോമിന് കറസ്പോണ്ടിങ് ആയിട്ട് .com പാറ്റേണിൽ വരുന്ന ഏതൊക്കെ സർവീസസ് ഉണ്ടോ ആ സർവീസസുകളെല്ലാം പെർട്ടിക്കുലർ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അതിൽ നിന്ന് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സ് കിട്ടും. അപ്പൊ ആ IP അഡ്രസ്സിനെ എടുത്തിട്ടായിരിക്കും നമ്മൾ അതോറിറ്റേറ്റീവ് നെയിം സെർവേഴ്സിലേക്ക് കൊടുക്കുക, അതിന്റെ എക്സാക്ട് ലൊക്കേഷനിലേക്ക്. അതായത് റിക്വസ്റ്റഡ് വെബ്സൈറ്റിന്റെ IP അഡ്രസ്സിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ റിക്വസ്റ്റഡ് വെബ്സൈറ്റ് അല്ലെങ്കിൽ IP അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും പാസ് ചെയ്ത് പോകേണ്ട 4 സെർവേഴ്സിന്റെ റേഞ്ചാണ് നമ്മൾ പറയുന്നത്. റിസോൾവർ, റൂട്ട് നെയിം സെർവർ, TLD നെയിം സെർവർ, ദെൻ ഫൈനൽ നമ്മുടെ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അതോറിറ്റേറ്റീവ് നെയിം സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിങ്ങും ചോദിക്കുന്നതാട്ടോ. എങ്ങനെയാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് വെച്ചാൽ റിക്കേഴ്സീവ്, ഐറ്ററേറ്റീവ് പാറ്റേൺ രണ്ടെണ്ണത്തിനകത്ത് പോകുന്നുണ്ടല്ലോ. അപ്പൊ 4 തരം സെർവേഴ്സ് നേച്ചറുകളെ കുറിച്ച് ഫെമിലിയർ ആയെന്ന് വിചാരിക്കുന്നു.
DNS ബേസിക് ഫങ്ഷൻസ് ഓഫ് ഡൊമൈൻ നെയിം സെർവർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DNS സെർവേഴ്സ് ഇതിനകത്ത് ഈ ഒരു നേച്ചറിൽ പറയുന്നത് പ്രൈമറി നെയിം സെർവർ, സെക്കൻഡറി നെയിം സെർവർ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഈ പ്രൈമറി നെയിം സെർവർ ഞാൻ പറഞ്ഞ അതോറിറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. അതോറിറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് എക്സാക്ട് നമ്മുടെ കണ്ടന്റ് ഇരിക്കുന്ന ഒരു ലൊക്കേഷനാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, അതോറിറ്റേറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ ദറ്റ് ഈസ് എക്സാക്ട് IP അഡ്രസ്. നമ്മളൊരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട വെബ് പേജസുകൾ നമുക്ക് കിട്ടേണ്ടത്. ഇതേ സാധനം തന്നെ ഇതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് സെക്കൻഡറി നെയിം സെർവർ ആയിട്ട് വരുന്നത്. ഈ സെക്കൻഡറി നെയിം സെർവർ എന്തിനു വേണ്ടിയില്ല, വർക്ക് ലോഡുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ, അതായത് ഫോൾട്ട് ടോളറൻസ്. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ പ്രൈമറി സെർവറിനകത്ത് മാസ്റ്റർ സെർവറിൽ നിന്ന് സർവീസുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ ആ സർവീസ് പ്രോബ്ലംസ് ഒരു യൂസർ എന്നുള്ള നിലയിൽ നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡറി നെയിം സെർവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാഷിംഗ് നെയിം സെർവർ എന്നുള്ള രീതിയിൽ, കാഷിംഗ് നെയിം സെർവർ എന്ന് പറയുന്നതാണ് DNS റിസോൾവർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന സംഗതിയായിട്ടോ. കാഷിംഗ് അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പേരിന് കറസ്പോണ്ടിങ് ഒരു ഡിഫറെൻറ്റ് നെയിം കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ബുക്കുകൾ മാറുന്നതിനനുസരിച്ച് നെയിമിംഗ് കൺവെൻഷന് മാറ്റി പറയുന്നിരിക്കുന്നതേ ഉള്ളൂ. പർപ്പസ് സിമിലർ തന്നെയാണ്. പിന്നെ കാഷിംഗ് നെയിം സെർവർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി നമ്മൾ ചെക്ക് ചെയ്യുന്ന അതുണ്ടല്ലോ, നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി. ദാറ്റ് ഈസ് സിമ്പിൾ റിസോൾവർ, DNS റിസോൾവർ എന്ന ഫസ്റ്റ് ലെവൽ ആക്സസ് നടത്തുന്നതാണ് കാഷ് നെയിം സെർവർ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആദ്യമേ ചെക്ക് ചെയ്യുന്നത് കാഷ് നെയിം സെർവറിലായിരിക്കും. ഇവിടെ നിന്ന് കറസ്പോണ്ടിങ് അഡ്രസ്സ് അല്ലെങ്കിൽ IP അഡ്രസ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള റേഞ്ചിലേക്ക് നമ്മൾ പോകേണ്ട കമ്മ്യൂണിക്കേഷൻ. പിന്നെ DNS റിസോൾവറിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് വെബ് പേജ് ആക്സസ് ചെയ്യാനായിട്ട് അതിന്റെ ലൊക്കേഷൻ കിട്ടി, എവിടെയാണ് അത് എക്സാക്ട് ആയിട്ട് ഇരിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് ആ ഇൻഫർമേഷൻസ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഫോർവേഡിംഗ് നെയിം സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ TLD നെയിം സെർവേഴ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ എഴുതുക. ഡൊമൈൻ നെയിം ബേസ് ചെയ്തുകൊണ്ട് ഡൊമൈൻ നെയിമിൽ നിന്ന് IP അഡ്രസ്സുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ആ ഒരു പാറ്റേണിൽ പോകുന്നതാണ് ഫോർവേഡിംഗ് നെയിം സെർവേഴ്സ്. ദറ്റ് ഈസ് എസെൻഷ്യലി എ കാഷിംഗ് നെയിം സെർവർ ബട്ട് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് where computers lie behind the firewall and in which only one computer can make DNS queries outside that firewall on behalf of all the internal computers. ഇവിടെ നമ്മൾ ഫോർവേഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പാസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മളുടെ റൂട്ട് സെർവറിലേക്ക് വന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ആദ്യമേ ഇപ്പോൾ ഫേസ്ബുക്കാണ് ഞാൻ ആക്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. സപ്പോസ് ഞാൻ ആക്സസ് ചെയ്യാനായിട്ട് പോകുന്ന ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ നമ്മുടെ ബ്രൗസർ എടുത്തിട്ട് ഞാൻ facebook.com ടൈപ്പ് ചെയ്യും അല്ലേ. facebook.ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ സമയത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം ആ ബ്രൗസറിന് എന്ത് കിട്ടണം, ഫേസ്ബുക്കിൻ്റെ പേജസുകൾ ആക്സസ് ചെയ്യാൻ ഒറിജിനൽ IP വേണം. സോ ആ IPക്ക് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് ക്വറി ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ക്വറി ബ്രൗസർ ക്വറി ഡെവലപ്പ് ചെയ്ത സാധനം ഇങ്ങോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പാസ് ചെയ്ത് കൊടുക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DNS റിസോൾവറിന് കൊടുക്കും. DNS റിസോൾവർ വെച്ചാൽ അത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് കറസ്പോണ്ടിങ് IP കിട്ടുന്നത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് DNS റിസോൾവറിന് കൊടുക്കും. DNS റിസോൾവർ ആദ്യമേ നോക്കുന്നത് എന്താണ്, അതിന്റെ ക്യാഷ് ആണ്. കറസ്പോണ്ടിങ് ക്യാഷ് നോക്കും. അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് പല പ്രാവശ്യം ഉപയോഗിച്ചതാണ്. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ള IP അഡ്രസ് അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കും. ഉണ്ട് എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്സസ് ആണ് പിന്നെ കിട്ടുന്നത്. ഡയറക്റ്റ് വെബ്സൈറ്റ് ആക്സസ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. സപ്പോസ് അവിടെ ഇല്ല എങ്കിൽ നമ്മളുടെ റിസോൾവർ അല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ നമ്മൾ ഈ ക്വറി എവിടേക്ക് ഫോർവേഡ് ചെയ്യും, റൂട്ട് നെയിം സെർവേഴ്സിലേക്ക് ഫോർവേഡ് ചെയ്യും. റൂട്ട് നെയിം സെർവറിൽ ചെല്ലുന്ന സമയത്ത് എന്താണ്, റൂട്ട് സെർവർ എന്ന് പറഞ്ഞൊരു പാറ്റേണിലാണ് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കാന്ന് പറഞ്ഞല്ലോ. ആ റൂട്ട് സെർവർ ആദ്യം നോക്കാൻ പോകുന്നതിന്റെ എക്സ്റ്റൻഷൻ എന്താണെന്ന് നോക്കും. ഇപ്പൊ facebook.com ആണ് അവിടെ കണ്ടേക്കുക. അപ്പൊ .com പാറ്റേണിൽ ഇരിക്കുന്ന .com എന്ന് പറയുന്ന .comന്റെ ഡീറ്റെയിൽസ്, .com സെർവേഴ്സിന്റെ ഡീറ്റെയിൽസിനകത്ത് അവിടെ നിന്ന് പോയാൽ നമുക്ക് കിട്ടുന്നറിയാം. അപ്പം .com എന്ന് പറഞ്ഞ് വരുന്ന ഇൻഫോർമേഷൻസ്, അതിന്റെ IP അഡ്രസ്സുകൾ എവിടെയാണ്, അപ്പൊ ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന TDL സെർവറിന്റെ വാല്യൂ നമുക്ക് കിട്ടും. ദെൻ ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവറിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആ IP അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ടോപ്പ് നെയിം ലെവൽ സർവീസിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് .comനകത്ത് facebook.comന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. TDL സെർവർ .com സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന TDL സെർവറിന്റെ വാല്യൂ നമുക്ക് കിട്ടി, IP വാല്യൂ കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫേസ്ബുക്കിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ കിട്ടണ്ടേ, ആ .com ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും, കറസ്പോണ്ടിങ് അതോറിറ്റേറ്റീവ് സെർവറിലേക്ക് പോകും. അതോറിറ്റേറ്റീവ് സെർവറിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ഒറിജിനൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത്. ആ ഫേസ്ബുക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ലൊക്കേഷൻ IP അഡ്രസ് കിട്ടിയ ആ IP അഡ്രസ് ക്ലയന്റ് പാസ് ചെയ്യുന്നു.
ക്ലയന്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ ആര് തമ്മിലാണ്? ആ ഒറിജിനൽ അഡ്രസ്സ് വെച്ചിട്ടുള്ള ക്ലയന്റും സെർവറും എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്തു വരുന്നു. ഇത് ഈ സീക്വൻസ് എക്സാമിന് ചോദിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെർവേഴ്സ് നമുക്കുണ്ട്. പ്രൈമറി, സെക്കൻഡറി എന്നുള്ള രീതിയിൽ ക്യാഷ് എന്ന് പറയുന്ന DNS നെയിം റിസോൾവർ സെർവർ ഉണ്ട്. ഫോർവേഡിംഗ് എന്ന് പറയുന്ന TDL സെർവർ ഉണ്ട്. ഈ നേച്ചർ ഓരോന്നും ഓരോ രീതിയിലായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതില് DNS സെർവർ മൾട്ടിപ്പിൾ ടൈം ചോദിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിന്റെ സ്ട്രക്ചർ ഒന്ന് നോട്ട് പാറ്റേണിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് എ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് സെർവർ ആക്ട് ആസ് ദ ഇന്റർനെറ്റ് ഫോൺ ബുക്ക്. ഇന്റർനെറ്റിന്റെ ഫോൺ ബുക്ക്, അതായത് ട്രാൻസ്ലേറ്റിംഗ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് ഇൻടു മെഷീൻ റീഡബിൾ IP അഡ്രസ്. ഇതിന്റെ വർക്കുകൾ ദാറ്റ്സ് യൂസർ ഇൻപുട്ട് ചെയ്യുന്നു. യൂസർ എന്ത് ചെയ്യും? വി ടൈപ്പ് എ ഡൊമൈൻ നെയിം ഇൻ യുവർ വെബ് ബ്രൗസർ അഡ്രസ് ബാർ. Then other corresponding and local DNS resolver. Local DNS resolver like your computer's operating system queries its local DNS resolver. This resolver is usually provided by your internet service provider. നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ജിയോയോ അല്ലെങ്കിൽ എയർടെല്ലോ ഐഡിയയോ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ഹെൽപ്പ് നടത്തുന്നത്, ഈ ക്വറി റിസോൾവിങ്. ദെൻ അവിടെ നിന്ന് അതിന്റെ ക്യാഷിൽ ഫസ്റ്റ് നോക്കി കഴിഞ്ഞ് ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ, എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കി നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് കിട്ടുന്നില്ലാത്ത സാഹചര്യം, ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? അത് റിക്കേഴ്സീവ് ക്വറി പാറ്റേൺ ആയിരിക്കും. ദറ്റ് ഈസ് ദ ലോക്കൽ റിസോൾവർ സെൻസ് ദറ്റ് എ റിക്കേഴ്സീവ് ക്വറി ടു എ റൂട്ട് നെയിം സെർവർ. ദിസ് ഈസ് ദ ടോപ്പ് ലെവൽ ഓഫ് ദ DNS ഹയറാർക്കി. ക്ലിയർ ആയേ എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ. റിക്കേഴ്സീവ് ക്വറി ഇത് എവിടേക്ക് പാസ് ചെയ്യപ്പെടുന്നു? DNSന്റെ TDL സെർവറിലേക്ക് പോകാൻ വെച്ചാൽ കാറ്റഗറൈസ് ചെയ്തിരിക്കാൻ .com ആണോ, .org ആണോ, .net ആണോ, .edu ആണോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ റേഞ്ചിലേക്ക് അത് പോകും. ദെൻ പറഞ്ഞു തന്നെ നമ്മുടെ കാറ്റഗറൈസേഷൻ ഏതാണ് നമ്മുടെ റൂട്ട് എന്നുള്ളത് തിരിച്ചറിയാനായിട്ടുള്ള കാര്യം. റിക്കേഴ്സീവ് കയറി പോയി കഴിഞ്ഞാൽ റൂട്ട് നെയിം സെർവർ നമ്മൾ ഐഡന്റിഫൈ. ഇപ്പോൾ .com ആണ് വന്നെങ്കിൽ ദ റൂട്ട് സെർവർ ഡസൻ നോ ദ എക്സാക്ട് IP അഡ്രസ് ഓഫ് ദ ഡൊമൈൻ യു ആർ റിക്വസ്റ്റഡ്, ബട്ട് ഇറ്റ് നോസ് വിച്ച് ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവർ ടു കോൺടാക്ട്. ഏതിലേക്ക് .comലേക്കാണ് പോകുന്നത് .com കോൺടാക്ട് ചെയ്യാനുള്ള വാല്യൂ നമുക്ക് വരും. .org ആണ് വന്നിരിക്കുക .org. ഇപ്പോൾ facebook.com .com ആക്സസ് ചെയ്യാനുള്ള .com ഒരുപാടെണ്ണം ഉണ്ടായിരിക്കും, പക്ഷെ ആ .comകളെ ആക്സസ് ചെയ്യാനുള്ള വാല്യൂസ് നമുക്ക് റൂട്ട് നെയിം സെർവറിൽ നിന്ന് കിട്ടും. അത് യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? TDL സെർവറിനെ ആക്സസ് ചെയ്യും. ദറ്റ് ഈസ് ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവേഴ്സ്. ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവേഴ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കോമുകളുടെ ഡീറ്റെയിൽസ് ORGക്കാണെങ്കിൽ ORG കറസ്പോണ്ടിങ് TDL സെർവർ ഉണ്ടായിരിക്കും. .net കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവും. അതിനകത്ത് നമുക്ക് the TDL server receives the query and checks its record for its specific domain. google.com, facebook.com ഇപ്പോൾ പറഞ്ഞ പോലെ if it doesn't have the exact IP address, it directs the query to the authoritative name server for that domain. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ തന്നെ ഉള്ള റേഞ്ചിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. The authoritative name server, typically managed by domain owner, has the exact IP address for the domain. It sends this information back to the TLD server. Then TLD server എന്ത് ചെയ്യും? അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൂട്ട് ലോക്കൽ റിസോൾവറിലേക്ക് പാസ് ചെയ്തു. That is, the TLD server sends the IP address back to the local resolver, which then passes it to a computer. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് വെബ്സൈറ്റ് നമ്മൾ ലോഡ് ചെയ്യും. വെബ്സൈറ്റ് ലോഡിങ്. That is, computer use the IP address to connect to the web server and load the website. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയഗ്രാം സ്പെസിഫൈ ചെയ്യാനായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് 7th ഇതിൽ വരുന്ന യൂസർ റിക്വസ്റ്റ് ചെയ്യപ്പെടുന്നു,
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്വറീസ് DNS റിസോൾവർ ആ അഡ്രസ്സും എടുക്കാനായിട്ട് IP അഡ്രസ് എക്സാക്ട് IP അഡ്രസ് കണ്ടുപിടിക്കാൻ അതിന്റെ ക്യാഷ് മെമ്മറി പോയി നോക്കുന്നു, റൂട്ട് സെർവറിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കുന്നു, അതിന്റെ സെർവർ ബേസ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തെടുക്കുന്നു, ദെൻ അതോറിറ്റേറ്റീവ് നെയിം സെർവറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു, അതോറിറ്റേറ്റീവ് നെയിം സെർവർ അതിന്റെ എക്സാക്ട് IP വെബ് പേജിന്റെ വെബ്സൈറ്റിന്റെ എക്സാക്ട് അഡ്രസ്സ് കിടക്കുന്നു, വെബ്സൈറ്റിന്റെ എക്സാക്ട് അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കറസ്പോണ്ടിങ് വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരുന്നു. 2022 റീസെന്റ് ആയിട്ട് വന്നത്. DNS ക്ലയന്റ് ഈസ് ലുക്കിംഗ് ഫോർ IP അഡ്രസ്. ഇങ്ങനെയാണ് IP അഡ്രസ് തന്നിരിക്കുന്നത്. അതിനകത്ത് .com ഡിഫറെന്റ് സെക്ഷൻ ഉണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന .com എന്ന് പറഞ്ഞ സാധനം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോ ദ കംപ്ലീറ്റ് പ്രൊസീജിയർ ഫോർ മാപ്പിംഗ് എ ഡൊമൈൻ ഇൻ നെയിം ടു IP അഡ്രസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഈ ഫേസസുകളെല്ലാം തന്നെ ഓരോന്നിനായിട്ട് പറയണം. അപ്പൊ ലോക്കൽ സെർവറിൽ എന്ത് ചെയ്യുന്നു, അത് DNS റിസോൾവറിലേക്ക് പോകുന്നു, ക്യാഷിനകത്ത് ചെക്ക് ചെയ്യും ടു സീ ഇഫ് ഇറ്റ്സ് ഓൾറെഡി നോസ് IP അഡ്രസ് അതിനകത്ത് ഉണ്ടോ ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ലോക്കൽ റിസോൾവർ ഈസ് ടിപ്പിക്കലി പ്രൊവൈഡ് ബൈ യുവർ ഇന്റർനെറ്റ് സർവീസ്. ഇപ്പൊ അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളെല്ലാം പകരം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് തന്നിരിക്കുന്ന വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. റിക്കേഴ്സീവ് ക്വറിയിലേക്ക് പോകുന്നു, റൂട്ട് നെയിം സെർവറിലേക്ക് പോകുന്നു, TDL സെർവർ കറസ്പോണ്ടിങ് .com ബേസ് ചെയ്ത് വരുന്നു, ദെൻ അതോറിറ്റേറ്റീവ് നെയിം സെർവറിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് IP അഡ്രസ് ആക്സസ് ചെയ്യുന്നു, കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ കിട്ടുന്നു, ദെൻ വെബ് പേജ് ഹോസ്റ്റ് ചെയ്ത് കിട്ടും, വെബ് പേജ് ആക്സസ് ചെയ്ത് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ വന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു അത് വന്നത്. നെക്സ്റ്റ് ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ബെക്ലി ഇന്റർനെറ്റ് ഡൊമൈൻ ആണ് നമ്മൾ ഇതിൽ കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർ DNS സർവീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ബേസിക് കമാൻഡൻസ് ആണ് ബൈൻഡിനകത്ത് വരുന്ന ബേസിക് കമാൻഡൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. DNSനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് DNS സെർവർ ഡീമൺ എന്ന് പറയുന്നത് ദറ്റ്സ് നെയിംഡ് ഡീമൺ ലിസൺസ് ഓൺ എ പോർട്ട് ഫോർ DNS സർവീസ് റിക്വസ്റ്റ് ആൻഡ് ദെൻ ഇത് ഈ കമാൻഡൻസ് ഇതേപടി നോക്കുക. അതിനകത്ത് കൂടെ ചോദിച്ചിരിക്കുന്ന ഒന്ന് ലുക്കപ്പ് ടൂൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. DNS service request then fulfills those requests based on information in the configuration file that we create. Mostly named name receives request to resolve the host name in your domain to IP address. ഇതിന്റെ സർവീസ് എന്തായിരിക്കും പൊതുവെ വരുന്ന host name to IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കേസ്. നെക്സ്റ്റ് കോൺഫിഗറേഷൻ ഫയൽ എന്ത് ചെയ്യണം, കോൺഫിഗറേഷൻ ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാനായിട്ടുള്ളതാണ് കോൺഫിഗറേഷൻ ഫയൽസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോൺ ഇൻഫോർമേഷൻസ് ഉൾപ്പെടെയുള്ള ഡയറക്റ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട്. ദെൻ DNS ലുക്കപ്പ് ടൂൾ നമ്മൾ എടുക്കുന്നുണ്ട്. DNS ലുക്കപ്പ് ടൂളിനകത്ത് വരുന്നത് ഇറ്റ്സ് ടു ചെക്ക് ദാറ്റ് യുവർ DNS സെർവർ ഈസ് റിസോൾവിംഗ് ഹോസ്റ്റ് നെയിംസ് പ്രോപ്പർലി. These include commands such as host dig and NS lookup. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, കറക്റ്റ് ആയിട്ടാണ് പോയേക്കുന്നത്, ഏതൊക്കെ ആക്റ്റീവ് ആയിട്ട് സർവീസിലുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ലുക്കപ്പ് ടൂൾസ്. To maintain your DNS server correctly, we can also perform the following configuration tasks with the DNS server. That is logging. Log ഫയൽസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആണ്. Remote server options. There is can set options for specific DNS servers to perform such tasks as blocking information from a bad server, setting encryption key to use with the server, or defining transfer methods. ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകിച്ച് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNS സർവർ ഇൻഫോർമേഷൻസ് റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ്സ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ACL ഉണ്ട്.
ബൈൻഡിനെ കുറിച്ച് ചോദിച്ചിട്ട് ബൈൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ സൈഡ് ഹെഡിങ്ങുകളാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ കാര്യങ്ങൾ ACL-നകത്ത് ആക്സസ് കൺട്രോൾ, ഹോസ്റ്റ് നെയിം, ഡൊമൈൻ, IP അഡ്രസ്, ദാറ്റ് വോണ്ട് ഏതൊക്കെയാണോ ചെയ്യേണ്ടത് ആ ലെവൽ ആക്സസുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എന്നൊക്കെ ലിസൺ ഓൺ പോർട്സ് ബൈ ഡിഫോൾട്ട് ഏതൊക്കെ ലിസൺ പോർട്ടിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. നെയിം സെർവർ ആക്സെപ്റ്റ് ഓൺലി നെയിം സെർവർ റിക്വസ്റ്റ് that come to port 53 on name server. 53 എന്ന് പറയുന്നത് നോർമലി വേൾഡ് വൈഡ് വെബിന്റെ ആക്സസിബിലിറ്റി സ്പെസിഫൈ ചെയ്യുന്ന ഒരു പോർട്ട് വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതിൽ കൂടെ അതല്ലാതെ നമ്മുടെ സർവീസസിനനുസരിച്ച് പോർട്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇസ്റ്റോൺ പോർട്സിനകത്ത്. Then authentication. That is keys of authorization or authentication. നമുക്ക് authentication കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് എന്താ പറയാ അതിന് ആക്സസ് ചെയ്യാൻ റൈറ്റ് ഉള്ള ആൾ തന്നെയാണ് അത് ആക്സസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ ഓതന്റിക്കേഷൻ പലപ്പോഴും കൊടുക്കാറില്ല. നമ്മൾ ബയോമെട്രിക് കൊടുക്കാറുണ്ട്, OTP കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതന്റിക്കേഷൻ കൊടുത്താലും അതിനുശേഷം ഓതറൈസേഷനും സ്പെസിഫൈ ചെയ്യുക. ഓതറൈസേഷൻ ലെവൽ ഓഫ് ആക്സസ് എത്ര വരെയുള്ള കാര്യങ്ങളെ അതിനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് യൂസർ ലെവലാണ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ പറയുന്നത്. ഈ ഓതന്റിക്കേഷനും ഓതറൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. അതിനകത്ത് അത് നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ച് ഓർത്ത് വെച്ച് പറയണമെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രണ്ടിനെ നമ്മൾ വീട്ടിലേക്ക് വരാൻ ആർക്കൊക്കെ വീട്ടിലേക്ക് അകത്ത് കയറാം എന്നുള്ളതും ആ അകത്ത് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ റൈറ്റുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് ആരൊക്കെ അലൗഡ് ആണ് കം ഇൻസൈഡ് എന്നുള്ള രീതിയിൽ അലോ ചെയ്യപ്പെടുന്ന ടാഗ് ആർക്കൊക്കെ കൊടുക്കാം, ദാറ്റ് ഈസ് ഓതന്റിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്നു. ഓതറൈസേഷൻ എന്ന് പറയുന്ന ലെവൽ ഓഫ് ആക്സസ് ആണ്. ഇപ്പം എൻ്റെ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ആൾക്കാർ വീട്ടിലേക്ക് വരുന്നതിന് അവർക്ക് കിട്ടുന്ന റൈറ്റ് ആയിരിക്കില്ല ഒരു ഫ്രണ്ട് വരുന്ന സമയത്ത്, അവർക്ക് കിട്ടുന്ന റൈറ്റ് ആയിരിക്കില്ല ഒരു തേർഡ് പാർട്ടി വരുന്ന സമയം. അപ്പം നമ്മൾ ആ സ്പെസിഫിക്കേഷൻസ് കൊടുക്കാം. ഇതിനകത്ത് DNS സെർവറിനകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഇൻഫോർമേഷൻസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ദാറ്റ് ഈസ് DNS സെർവർ സോഫ്റ്റ്വെയർ ദാറ്റ് കംസ് വിത്ത് കറന്റ് റെഡ് ഹാറ്റ് ലിനക്സ് ബർക്ക്ലി ബൈൻഡ് ആണ് അതിന്റെ മീനിങ് കേട്ടോ. അതിനകത്ത് വരുന്ന വാല്യൂസിനെ കുറിച്ചാണ്. ദ ഫോളോയിങ് കമ്പോണൻസ് ആർ റിക്വയർഡ് ടു കോൺഫിഗർ. ഇതിനകത്ത് കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്, സോൺ ഡയറക്ടറി ഉണ്ട്, ഡിമോൺ പ്രോസസ് ഉണ്ട്, ഡീബഗിംഗ് ടൂൾസ്. ബൈൻഡിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കോൺഫിഗറേഷൻ ഫയൽ, സോൺ ഡയറക്ടറി, ഡിമോൺ പ്രോസസ്, ഡീബഗിംഗ് ടൂൾസ്. DNS ക്രിയേറ്റിംഗ് DNS സെർവറിനെ സംബന്ധിച്ച് ഐഡന്റിഫൈഡ് DNS സെർവർ ഏതാണ്, DNS കോൺഫിഗറേഷൻ ഫയൽ വെക്കുക, സ്റ്റാർട്ടിംഗ് നെയിം ഏതാണ് അതിന് ലിസൺ ചെയ്യും, ഡിമോൺ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചുള്ള നെയിമിംഗ് കൊടുക്കുക, മോണിറ്ററിംഗ് നെയിംഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെ ആക്ടിവിറ്റീസ് എന്നുള്ളത്. DNS സെർവർ എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ളത്. For this activity use 3 systems. On Linux server, second Linux client and third Windows client. Step 1 corresponding ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളാണ് പറയുന്നത്. Bind and cache name server RPM is required to configure DNS. Check them for install. നമ്മുടെ ഈ സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇതുണ്ടോ, ഏത് ഫയൽ സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൈനാമിക് കോൺഫിഗറേഷൻ ചെയ്യുന്ന പോലെയുള്ള ഇതിനകത്ത് നെയിം സെർച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്ക്രീൻഷോട്ടുകൾ തന്നിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റ് നെയിം സെർവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, example.com എന്ന് പറയുന്ന സാധനത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ്. song.com ടൈപ്പ് മാസ്റ്റർ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് വാല്യൂസ് IP വാല്യൂസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്.
ബൈൻഡിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്. ടു സോൺ ഫയൽസ് നമ്മൾ ചെറിയ .com സോൺസ് ഫോർ സോൺ വാല്യൂസ് അപ്പാനെറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിലൊന്നും കൂടി വാലുവേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കാം കേട്ടോ, ഇതിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. തിയറിറ്റിക് പോർഷൻ അവിടെ വരെയുള്ള കാര്യങ്ങളായിരുന്നു നോക്കിയിരുന്നത്. ഈ ഒരു സെക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് ബേസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. കമാൻഡ് പ്രോംപ്റ്റിനകത്ത് കിടക്കുന്ന സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഡീറ്റെയിൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി എടുത്തിട്ട് പോവാം. കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? How does a DNS server works? Explain with the help of suitable example for recursive and iterative solutions. DNS server വർക്ക് ചെയ്യുന്ന ഏത് രീതിയിലാണുള്ളത് അത് നോക്കിയായിരുന്നു. റിക്കർസീവ് ആൻഡ് ഐറ്ററേറ്റീവ് സൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഫോർവേഡ് ചെയ്തു പോകുന്നത്, ഒതന്റിറ്റേറ്റീവ് സെർവേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുമോ, അതുമോ ക്വറി പാസ് ചെയ്ത് ചെയ്തിട്ടാണോ നമുക്ക് കിട്ടുന്നത്, രണ്ട് മെത്തേഡ്. പിന്നെ ക്വസ്റ്റ്യൻസ് What is a DNS server? List and explain any two types of DNS servers. Write the step-by-step procedure to illustrate the recursive solution for a DNS server. അപ്പോൾ പലതരത്തിൽ നമ്മൾ പറഞ്ഞു. ഇതേ പേര് തന്നെ ടെക്സ്റ്റ് മാറി വരുന്ന സമയത്ത് ഇവർ പ്രൈമറി, സെക്കൻഡറി, ക്യാഷ്, ഫോർവേഡിംഗ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതേ സാധനം തന്നെ റിസോൾവർ ആയിട്ട് TLD, നെയിം സെർവർ, റൂട്ട് സെർവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതർ ക്ലാസിഫിക്കേഷനും യൂസ് ചെയ്യാം. ടെക്സ്റ്റിലെ തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതിന്റെ കോൺഫിഗറേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോന്നാണ് നോക്കുന്നത്, കണ്ടില്ല. ഓക്കെ, ഉണ്ടോ ഇല്ല ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ബൈൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നതെന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അതൊന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.